Students, we are going to discuss the new section 115 BAB. ആക്ച്വലി ഈ സീരീസിൽ 3 സെക്ഷൻ ഉണ്ട്. 115 BAB എന്ന് പറയുന്ന സെക്ഷൻ, പിന്നെ 115 BAA, 115 BA. അങ്ങനെ 3 സെക്ഷനാണ് നമുക്ക് ഇത് നോക്കാനുള്ളത്. അതിൽ 115 BA എന്ന് പറയുന്ന സെക്ഷൻ ആക്ച്വലി 2017 ഒരു 2 വർഷം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്ഷനാണ്. ബട്ട് ആ 115 BA എന്ന് പറയുന്ന സെക്ഷനെ ഒന്ന് റീഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് അതിന് പകരം കൊണ്ടുവന്ന മറ്റൊരു സെക്ഷനാണ് 115 BAA. അപ്പോൾ 115 BAA നമ്മൾ പിന്നെ നോക്കും. അതിന് മുമ്പ് ആദ്യം നമ്മൾ പഠിക്കുന്ന 115 BAB ആണ്. അപ്പോൾ 2019 സെപ്റ്റംബറിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു ഓർഡിനൻസ് ഉണ്ട്. ആ ഓർഡിനൻസ് വഴിയാണ് ഇൻകം ടാക്സ് ആക്ടിനെ ഫർദർ അമെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇൻകം ടാക്സ് ആക്ടിനെ ഫർദർ അമെൻഡ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പ്രധാനപ്പെട്ട സെക്ഷനാണ് 115 BABയും 115 BAAയും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന 115 BAB ആണ്. അപ്പോൾ കമ്പനി അസസ്മെന്റിൽ വരാൻ പോകുന്ന എക്സാമിനേഷന് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 115 BAB, എസ്പെഷ്യലി ന്യൂലി ഇൻസർട്ടഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കേണ്ട സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അസസ്മെന്റ് ഓഫ് കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് 115 BAB. സോ വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് സെക്ഷൻ സേസ്? 115 BAB സേസ് ഇറ്റ്സ് എ ടാക്സ് റേറ്റ് ഫോർ ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് എന്നാണ്. സോ ഇറ്റ് ഈസ് എ കൺസെഷണൽ ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ കൺസെഷണൽ ടാക്സ് റേറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂലി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസിന് വേണ്ടി കൊണ്ടുവന്ന സെക്ഷനാണ് 115 BAB. നമ്മൾ ഒരു 10, 12, 13 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഈ സെക്ഷനെ ഡീകോഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ നടത്തുവാണ്. അപ്പോൾ 115 BAB നമ്മൾ ഡീറ്റെയിൽ അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് 115 BAAയും പഠിക്കും. 115 BAAയും 115 BABയും പഠിച്ചാൽ ഓൾറെഡി BAAയ്ക്ക് മുൻപ് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്ന 115 BA ഉണ്ട്. അതും കൂടെ ഒന്ന് ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സെക്ഷനും കൂടി ചേർത്ത് നമുക്കൊരു അനാലിസിസ് നടത്താൻ പറ്റും. ആ അനാലിസിസ് നടത്തുന്നതോടുകൂടി ഈ അസസ്മെന്റ് ഓഫ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം കഴിയുകയാണ്. അപ്പോൾ സെക്ഷൻ 115 BABയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? നമ്പർ 1, ആരാണ് ഈ സെക്ഷന് എലിജിബിൾ ആയിട്ടുള്ള അസസി? അപ്പോൾ സെക്ഷൻ 115 BABയിൽ പറയുന്ന ഫസ്റ്റ് ഇഷ്യൂ ഇതാണ്. ദിസ് സെക്ഷൻ or this concessional taxation scheme or concessional taxation regime, this section can be enjoyed only by a domestic manufacturing company. So domestic manufacturing company, we have to see foreign companies 115 BAB ക്ക് eligible അല്ല. ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013 ആണ്. അതാണ് ഡൊമസ്റ്റിക് കമ്പനി. പിന്നെ ഓൾ ഇന്ത്യൻ കമ്പനീസ് ആർ ഡൊമസ്റ്റിക് കമ്പനിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഫോറിൻ കമ്പനി ഇഫ് ദേ മെയ്ഡ് പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ, ദാറ്റ് ക്യാൻ ഓൾസോ ബി സെറ്റ് ടു ബി എ ഡൊമസ്റ്റിക് കമ്പനി. ബട്ട് റിയൽ ലൈഫിൽ ഫോറിൻ കമ്പനികൾ ഇവിടെ വന്ന് ഡിവിഡൻഡ് പേ ചെയ്യാറോ ഇവിടെ ഡിക്ലറേഷനോ പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെന്റോ ചെയ്യാറില്ല. അതുകൊണ്ട് അതിന് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഇല്ല. അപ്പൊ നെറ്റ് എഫക്റ്റിൽ പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി. സോ ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അപ്പം മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ആണ്. ഈ മാനുഫാക്ചറും പ്രൊഡക്ഷനും രണ്ടും ഒന്നല്ലേ സാറെന്ന് ചോദിച്ചാൽ രണ്ടും ഒന്നല്ല കേട്ടോ. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ന്യൂ പ്രോഡക്റ്റ് എമർജ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറയും. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ആകണമെന്നില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള ന്യൂ പ്രോഡക്റ്റ് എമർജ് ചെയ്യണമെന്നില്ല. പ്രൊഡക്ഷനിൽ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റേജ് മാറിയാൽ പോലും അത് പ്രൊഡക്ഷൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സും മാനുഫാക്ചർ എന്ന് പറയുന്ന പ്രോസസ്സും രണ്ടാണ്. അപ്പോൾ മാനുഫാക്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ആയിരിക്കണം, അതിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നമ്പർ 1, അസസി മസ്റ്റ് ബി എ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പീരീഡ് ആണ്. ഈ സെക്ഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 1 ഒക്ടോബർ 2019 എന്നുള്ള ഡേറ്റോ അതിനുശേഷമോ ആയിരിക്കണം. അപ്പോൾ ഓൺ ഓർ ആഫ്റ്റർ 1 ഒക്ടോബർ 2019 ആയിരിക്കണം ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. അപ്പോൾ കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. പാർട്ണർഷിപ്പ് ഫേമിനോ LLPക്കോ അവർക്കാർക്കും പറ്റത്തില്ല. ഓൺലി കമ്പനി. ഇറ്റ് മസ്റ്റ് ബി എ ഡൊമസ്റ്റിക് കമ്പനി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്. നമ്പർ 2, the company must be set up and registered. അപ്പോൾ കമ്പനിയുടെ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഡേറ്റിന് ശേഷമായിരിക്കണം. ഓൺ ഓർ ആഫ്റ്റർ 1/10/2019 ആയിരിക്കണം ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കൂടാതെ ആ കമ്പനി മാനുഫാക്ചറിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് കമൻസ് ദ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഓൺ ഓർ ബിഫോർ 31/3/2023.
അപ്പോൾ 2023 മാർച്ച് 31 എന്നുള്ള ഡേറ്റിന് മുൻപ് പ്രൊഡക്ഷൻ തുടങ്ങണം. അപ്പോൾ 1/10/2019 എന്നുള്ള ഡേറ്റിന് ആ ഡേറ്റോ അതിനുശേഷമോ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. ആൻഡ് ദ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഷുഡ് കമൻസ് ഓൺ ഓർ ബിഫോർ അറ്റ്ലീസ്റ്റ് 31/3/2023. അപ്പോൾ ഈ പറയുന്ന ഡേറ്റ് 1/10/2019 എന്നുള്ള ഡേറ്റ് ബിസിനസ് കമൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. 1/10/2019 ഡേറ്റ് പറയുന്നത് ഫോർ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ആണ്. ബിസിനസ് കമൻസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡേറ്റിന് ശേഷമായിരിക്കാം. ചില റെയർ സാഹചര്യങ്ങളിൽ സെറ്റപ്പ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം ബിസിനസ് കമൻസ് ചെയ്തിട്ടുണ്ടാവാം. അത് പ്രശ്നമില്ല. കാരണം അവർ ബിസിനസ് കമൻസ്മെന്റ് എത്ര നാളിന് ശേഷമേ എന്ന് പറഞ്ഞിട്ടില്ല. പ്രൊഡക്ഷന്റെ കാര്യം സെറ്റപ്പിന്റെ കാര്യത്തിൽ പറയുന്നത് രജിസ്റ്റേർഡ് ഷുഡ് ബി ഓൺ ഓർ ആഫ്റ്റർ 1/10/2019 ആണ്. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഓൺ ഓർ ബിഫോർ 31/3/2023 ആണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇവിടെ ഈ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് എന്നാണ് ഇവിടുത്തെ ബിസിനസിനെ പറ്റി പറയുന്നത്. സാധാരണ ഇതിൽ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ നിർമ്മാണം, പ്രൊഡക്ഷൻ. മാനുഫാക്ചറിങ് ആണ് നിർമ്മാണം, നിർമ്മിച്ച് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം എന്നാണ്. അവിടെ ശരിക്കും മാനുഫാക്ചറിംഗിൽ നിന്ന് ഡിഫറൻ്റ് ആണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഈസ് എ വെരി വെരി വൈഡർ ടെർമിനോളജിയാണ്. മാനുഫാക്ചറിംഗ് കുറച്ചുകൂടി ലിമിറ്റഡ് ആണ്. എങ്കിലും എനിവ അത്രയും ഡീപ്പായിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പോകേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് എന്നാണ്. പക്ഷേ സെക്ഷൻ 115 BAB പറയുന്നു certain activities are not treated as production or manufacture of any article or thing. എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ഈ സെക്ഷനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെ മാനുഫാക്ചറിംഗ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് ഏതൊക്കെയാണ്? നമ്പർ 1, ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻ എനി ഫോം ഓർ ഇൻ എനി മീഡിയ. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതിൻ്റെ ഇപ്പോൾ എനി മീഡിയ എന്നൊരു ഉദ്ദേശിച്ചത് ഇപ്പോൾ പെൻഡ്രൈവിലാക്കി കൊടുക്കുന്ന റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ആയാലും അല്ല കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ചെയ്ത് അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതായാലും ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 115 BAB. രണ്ടാമത് പറഞ്ഞ മൈനിങ് കനോട്ട് ബി ട്രീറ്റഡ്. ആക്ച്വലി മൈനിങ് ഒരു മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയാണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒരു മാനുഫാക്ചറിംഗ് അല്ല പ്രൊഡക്ഷൻ ആണ്. പക്ഷേ അതിനൊരു പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി റെഡിമെയ്ഡ് മൂവബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തിങ് തന്നെയാണ്. പക്ഷേ ഈ സെക്ഷനിൽ എലിജിബിൾ അല്ല. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻ എനി ഫോം ഓർ ഇൻ എനി മീഡിയ നോട്ട് എലിജിബിൾ. മൈനിങ് ഈസ് നോട്ട് എലിജിബിൾ. നെക്സ്റ്റ് ദേ ആർ സീയിങ് കൺവേർഷൻ ഓഫ് മാർബിൾ സ്ലാബ് അല്ലെങ്കിൽ മാർബിൾ വലിയ മാർബിളിന്റെ സ്ലാബ് അല്ല, മാർബിൾ ബ്ലോക്കിനെ സ്ലാബ് ആക്കുന്ന ആക്ടിവിറ്റി. അപ്പൊ കൺവേർഷൻ ഓഫ് മാർബിൾ ബ്ലോക്സ് ഓർ സിമിലർ ഐറ്റംസ് ഇൻ ടു സ്ലാബ്. മേ ബി ഗ്രാനൈറ്റ് വരാം. ഗ്രാനൈറ്റിന്റെ വലിയ റോക്കിന്റെ പീസിനെ എടുത്ത് കട്ട് ചെയ്ത് ആ സ്ലാബ് ആക്കുന്ന ആക്ടിവിറ്റി. ആക്ച്വലി അതൊരു മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. ബട്ട് 115 BAB അത് എലിജിബിൾ അല്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻ എനി ഫോം ഓർ ഇൻ എനി മാനർ അല്ലെങ്കിൽ പുട്ട് ഇൻ എനി മീഡിയ നോട്ട് എലിജിബിൾ. ആൻഡ് നമ്പർ 2, മൈനിങ് നോട്ട് എലിജിബിൾ. Number 3, conversion of marble blocks or similar items into slabs. Then നാലാമത് പറയുന്നു നമ്മുടെ ഈ ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻറ്റു സിലിണ്ടറിനകത്ത് ഗ്യാസ് നിറയ്ക്കുന്ന ആക്ടിവിറ്റി എലിജിബിൾ അല്ല. 115 BAB സെക്ഷൻ എലിജിബിൾ അല്ല. ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻറ്റു എ സിലിണ്ടർ. ദെൻ അത് കഴിഞ്ഞാൽ അടുത്തവർ പറയുന്നത് നമ്മുടെ പ്രിന്റിംഗ് ഓഫ് ബുക്സ് ഒരു കാരണവശാലും ഈ സെക്ഷനിൽ എലിജിബിൾ അല്ല. അതൊരു മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയാണ്. പക്ഷേ 115 BAB ആംഗിളിൽ അത് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി എലിജിബിൾ അല്ല. ആ ആക്ടിവിറ്റി എലിജിബിൾ അല്ല, പ്രിന്റിംഗ് ഓഫ് ബുക്സ്. സിമിലർലി പ്രൊഡക്ഷൻ ഓഫ് സിനിമാറ്റോഗ്രാഫ് ഫിലിം. അപ്പോൾ പ്രിന്റിംഗ് ഓഫ് ബുക്സ് എലിജിബിൾ അല്ല, പ്രൊഡക്ഷൻ ഓഫ് സിനിമാറ്റോഗ്രാഫിക് ഫിലിം എലിജിബിൾ അല്ല, പിന്നെ നമ്മുടെ ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻറ്റു സിലിണ്ടർ എലിജിബിൾ അല്ല, മൈനിങ് എലിജിബിൾ അല്ല, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എലിജിബിൾ അല്ല, കൺവേർഷൻ ഓഫ് മാർബിൾ ബ്ലോക്സ് ഓർ സിമിലർ ഐറ്റംസ് ഇൻറ്റു സ്ലാബ്സ് എലിജിബിൾ അല്ല. Any other activity which will be prescribed by the CBDT അല്ലെങ്കിൽ which will be prescribed by the central government. അപ്പോൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ഇപ്പോൾ അറ്റ് പ്രസന്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്രയുമാണുള്ളത്. അതായത് ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, മൈനിങ്, കൺവേർഷൻ ഓഫ് മാർബിൾ ബ്ലോക്സ് ഓർ സിമിലർ ഐറ്റംസ് ഇൻ ടു സ്ലാബ്, പ്രിന്റിംഗ് ഓഫ് ബുക്സ്, ഷൂട്ടിംഗ് ഓഫ് സിനിമാറ്റോഗ്രാഫിക് ഫിലിം, പിന്നെ നമ്മുടെ ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻ ടു സിലിണ്ടർ. ഈ 5 സ്പെസിഫിക്കലി ഇപ്പോൾ പറയുന്നതാണ്. ഇതല്ലാതെ എനി അതർ ആക്ടിവിറ്റി വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, ദോസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ദീസ് ആക്ടിവിറ്റീസ് ആർ നോട്ട് എലിജിബിൾ ആസ് ആൻ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 115 BAB. അപ്പോൾ കുറേ ആക്ടിവിറ്റികൾ എലിജിബിൾ അല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ദറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈസ് നോട്ട് എലിജിബിൾ. ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൈനിങ് ഈസ് നോട്ട് എലിജിബിൾ. പിന്നെ കൺവേർഷൻ ഓഫ് മാർബിൾ ബ്ലോക്സ് ഓർ സിമിലർ ഐറ്റംസ് ഇൻ ടു മാർബിൾ സ്ലാബ് ഈസ് നോട്ട് എലിജിബിൾ. പിന്നെ ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻ ടു സിലിണ്ടർ നോട്ട് എലിജിബിൾ. And next they are saying printing of books
or cinematographic film production are not treated as manufacturing or production or any other item prescribed by the central government for the purpose of section 115 BAB. Then മൂന്നാമത്തെ നമ്മുടെ പോയിന്റ്, see 115 BABയിൽ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് ആക്ടിവിറ്റി, കമ്പനി തുടങ്ങുന്ന ബിസിനസ് ആക്ടിവിറ്റി പുതിയ ബിസിനസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ക്രിയേറ്റഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങിയ ബിസിനസ് ആകരുത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയതാകരുത്. പക്ഷേ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 33B 33Bയിൽ പറയുന്ന ഒരു റീകൺസ്ട്രക്ഷൻ ആണ് നടത്തിയതെങ്കിൽ പ്രശ്നമല്ല, അതിനെ റീകൺസ്ട്രക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ഇൻ ഓൾ അതർ കേസസ്, ഇൻ ഓർഡർ ടു ബി എലിജിബിൾ ആസ് എ ബിസിനസ് under section 115 BAB by a new domestic manufacturing company, the business should not be created by a splitting up of the existing business or not to be created by reconstruction of the business already in existence. അപ്പോൾ ഓൾറെഡി നിലവിലുള്ള ബിസിനസ്സിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടോ നിലവിലെ ബിസിനസ്സിനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടോ തുടങ്ങാൻ പാടില്ല. ഇതിനൊരു എക്സെപ്ഷൻ അവർ പറയുന്നുണ്ട്. അവർ പറയുന്ന എക്സെപ്ഷൻ സെക്ഷൻ 33B ഓഫ് ദി ഇൻകം ടാക്സ് ലോ ആണ്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 33B നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ഫ്ലഡ്, ടൈഫൂൺ, ഹറിക്കെയിൻ, നാച്ചുറൽ കൺവേർഷൻ, എർത്ത്ക്വേക്ക്, എനിമി ആക്ഷൻ, റയറ്റ് ഓർ സിവിൽ ഡിസ്റ്റർബൻസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ബിസിനസ് നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി. ആ ബിസിനസ്സിനെ അയാൾ റിവൈവ് ചെയ്യുവാണ്. അങ്ങനെ റിവൈവ് ചെയ്തപ്പോൾ അയാൾ ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ആംഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആവും. അവിടെ ആക്ച്വലി നടന്ന റീകൺസ്ട്രക്ഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിസിനസ് നഷ്ടപ്പെട്ടു പോയി, അതിന്റെ പാർട്ട് ഡാമേജ് ആയി, അതിനെ അവർ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് പ്രശ്നമല്ല. ഇപ്പൊ സെക്ഷൻ 33Bയിൽ പറഞ്ഞിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ ദിസ് ബിസിനസ് അണ്ടർ സെക്ഷൻ 115 BAB ഷുഡ് നോട്ട് ബി ക്രിയേറ്റഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്. അങ്ങനെ ആകാൻ പാടില്ല. 4, ഈ കമ്പനിക്കകത്ത് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. ഈ കമ്പനിക്കകത്ത് മറ്റാരെങ്കിലും ഉപയോഗിച്ച അല്ലെങ്കിൽ ഈ SSC തന്നെ നേരത്തെ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമെങ്കിലും അവിടെ 2 റിലാക്സേഷൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ റിലാക്സേഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ നേരത്തെ ഒരു ബിസിനസ്സിൽ ഉപയോഗിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ പറയുന്ന 1/10/2019 ഇൻകോർപ്പറേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ പുതിയ കമ്പനിയുടെ ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 20% എക്സീഡ് ചെയ്യാൻ പാടില്ല. But if the transferred second-hand plant and machinery into the new business does not exceed 20% of the total plant and machinery used in the new business, then that will not be treated as a violation. That will be treated as an eligible criteria. No problem, right? അപ്പോൾ ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 20% വരെ മറ്റാരെങ്കിലും ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിയോ നേരത്തെ ഏതെങ്കിലും ബിസിനസ്സിന് ഉപയോഗിച്ചതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അത് ഈ പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 20% കൂടരുത്. ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 10 കോടിയാണെങ്കിൽ അതിനകത്ത് 2 കോടി 20% 2 കോടി രൂപ വരെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി കൊണ്ടുവരാം. അതിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച പഴയ മെഷീനറി ആവാം, മറ്റാരെങ്കിലും ഉപയോഗിച്ചതാവാം, ഡസന്റ് മാറ്റർ. ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ അതിൻ്റെ റിലാക്സേഷൻ അവർ പറയുന്നത് ഈ ഇന്ത്യയുടെ വെളിയിൽ ഒരാൾ ഉപയോഗിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറി ഇന്ത്യക്കകത്ത് മറ്റാരും അത് ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യക്കകത്ത് അസസിക്ക് മുൻപ് മറ്റാരും ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടില്ല. മറ്റാരും ഇന്ത്യക്കകത്ത് ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുമില്ല. അപ്പോൾ എനി പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് ഇസ് ഇമ്പോർട്ടഡ്, so simply we can say second hand imported plant and machinery, second hand imported plant and machinery which has never been used by any other person within India, and for that asset any other person has never claimed depreciation അല്ലെങ്കിൽ allowed or allowable any depreciation for that asset prior to the person അല്ലെങ്കിൽ prior to assessee. അപ്പം നമ്മുടെ ഈ പുതിയ കമ്പനി ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ 115 BAB ഇൻകോർപ്പറേറ്റ് ചെയ്ത ന്യൂ കമ്പനി US ഉപയോഗിച്ച ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി കൂടി ഇമ്പോർട്ട് ചെയ്തു. അതൊരു US കമ്പനി ഉപയോഗിച്ചതാണ്. ഇന്ത്യക്കകത്ത് മറ്റാരും അത് ഉപയോഗിച്ചിട്ടില്ല. ആ അസറ്റിന് ആ US കമ്പനിയോ മറ്റാരുമോ ഇതിനു മുൻപ് അസസിക്ക് മുൻപ് മറ്റാരും ഇൻകം ടാക്സിനകത്ത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുമില്ല. അങ്ങനത്തെ അപ്പോൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, സെക്കൻഡ് ഹാൻഡ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി വുഡ് ബി ട്രീറ്റഡ് ആസ് എ ന്യൂ for the purpose of section 115 BAB.
അപ്പോൾ നോർമലി 115 BABയിൽ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷർ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷർ ഉപയോഗിക്കാം. എപ്പോൾ? ദാറ്റ് ഈസ് ഇമ്പോർട്ടഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷർ നമുക്ക് കൊണ്ടുവരാം. അത് ഇന്ത്യക്കകത്ത് മറ്റാരും ഇതിനു മുമ്പ് ഉപയോഗിച്ചിരിക്കാൻ പാടില്ല. ഇതിനു മുമ്പ് ഡിപ്രീസിയേഷൻ ക്ലെയിം ഡേറ്റ് ഉണ്ടാവാൻ പാടില്ല. രണ്ട്, സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷറി വിത്തിൻ ഇന്ത്യ യൂസ് ചെയ്ത് തന്നെ യു ക്യാൻ ട്രാൻസ്ഫർ ടു ദ ന്യൂ ബിസിനസ്, ബട്ട് ഇറ്റ് ഷുഡ് ബി വിത്തിൻ 20% ഓഫ് ദി ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷറി ഇൻ ദ ന്യൂ ബിസിനസ്. നെക്സ്റ്റ് അവർ പറയുന്നു, ഈ പറയുന്ന പുതിയ മാനുഫാക്ചറിങ് കമ്പനി ബിൽഡിംഗ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ബിൽഡിംഗ് ഷുഡ് നോട്ട് ബി എ ബിൽഡിംഗ് യൂസ്ഡ് ആസ് എ ഹോട്ടൽ ഓർ എ കൺവെൻഷൻ സെന്റർ ഫോർ വിച്ച് ഡിഡക്ഷൻ ഈസ് അലൗഡ് അണ്ടർ സെക്ഷൻ 80 ID ഓഫ് ദി ഇൻകം ടാക്സ് ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിന്റെ ചാപ്റ്റർ 6A 80 ID എന്ന് പറയുന്ന സെക്ഷൻസിനകത്ത് അവർ പറയുന്നത് ഹോട്ടൽ, സാധാരണ ഇതിൽ 2 സ്റ്റാറോ 3 സ്റ്റാറോ 4 സ്റ്റാറോ 5 സ്റ്റാറോ മിനിമം 2 സ്റ്റാർ ലെവലോ അതിന് മുകളിലോട്ടുള്ള ഹോട്ടൽ നിങ്ങൾ തുടങ്ങിയാൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പറയുന്ന ആ ബിൽഡിങ്ങിന് അത് നിങ്ങൾക്ക് അവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും സെക്ഷൻ 80 IDയിൽ. സിമിലർലി കൺവെൻഷൻ സെന്റർ ആണെങ്കിലും ഈ പറയുന്ന ഹോട്ടലിന്റെയും കൺവെൻഷൻ സെന്ററിന്റെയും ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഹ്യൂജ് ഡിഡക്ഷൻ നമുക്ക് 80 IDയിൽ കിട്ടും. അങ്ങനെ 80 IDയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഒരു ബിസിനസ്, അത് ഹോട്ടലോ കൺവെൻഷൻ സെന്ററോ ആണ്. അങ്ങനത്തെ ആ ഹോട്ടലിലോ കൺവെൻഷൻ സെന്ററിലോ ഉപയോഗിച്ച ബിൽഡിങ്, അങ്ങനത്തെ ബിൽഡിങ് ഈ പറയുന്ന ബിസിനസ്സിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ബട്ട് ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ കണ്ടീഷനും തൊട്ടുമേളി നമ്മൾ പറഞ്ഞ പ്ലാന്റ് ആൻഡ് മെഷറിയുടെ കണ്ടീഷനും, ഈ രണ്ട് കണ്ടീഷനും വേണമെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് റിലാക്സ് ചെയ്യാൻ അധികാരമുണ്ട് കേട്ടോ. വേണമെങ്കിൽ CBDTക്ക് റിലാക്സ് ചെയ്യാന്ന് അവർ പറയുന്നുണ്ട്. ദിസ് കണ്ടീഷൻ മേ ബി റിലാക്സ്ഡ് സബ്ജക്ട് ടു ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ CBDT എന്നാണ് പറയുന്നത്, ഓർഡിനൻസിൽ പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടും അസറ്റ് റിലേറ്റഡ് കണ്ടീഷൻസ് ആണ്. പുതുതായിട്ട് തുടങ്ങുന്ന കമ്പനിക്കകത്ത് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷറി പുതിയതായിരിക്കണം, 80% പുതിയതായിരിക്കണം. 20% സെക്കൻഡ് ഹാൻഡ് ആവാം. ഇമ്പോർട്ടഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷറി വുഡ് ബി ട്രീറ്റഡ് ആസ് എ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷറി ഫോർ ദ പർപ്പസ് ഓഫ് 115 BAB. അത് കഴിഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എ ബിൽഡിംഗ് which is earlier used as a hotel or a convention center under section 80 ID for which deduction is already claimed, then such a building is not eligible, അല്ലെങ്കിൽ that building should not be used for the purpose of 115 BAB. Okay, sir, what would happen if this condition is violated? Okay, then you are not eligible for 115 BAB. That's a point. Okay, if you are using a building without the permission of the CBDT for which earlier used as a hotel or convention center and deduction claimed under 80 ID, but if you are using that building into the new business, you are not eligible for BAB. Similarly, plant and machinery, if it is crosses 20% of the total plant and machinery, you are using second hand, you are not eligible. You are ineligible from this section. Okay, now the next point. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് അസസിയുടെ സ്റ്റാറ്റസ് ആണ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി. രണ്ടാമത്തത് അവരുടെ ബിസിനസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ബിസിനസ്സിനെ പറ്റി അവർ പറഞ്ഞത് ഇതാണ്, അവർ ഓൺ ഓർ ആഫ്റ്റർ 1/10/2019 ആയിരിക്കും ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ ഡേറ്റ്. അതുപോലെ ബിസിനസ് കമൻസ് ചെയ്യുന്ന 31/3/2023 മുൻപ് നിങ്ങൾ ബിസിനസ് കമൻസ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് അതുവരെ സമയമുണ്ട്. അപ്പം ഇൻകോർപ്പറേറ്റ് 1/10/2019 മുതൽ അങ്ങോട്ട് എപ്പോൾ വേണോ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി തുടങ്ങാം, പക്ഷേ 31/3/2023 മുമ്പായിരിക്കണം. സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 1/10/2019 തന്നെ മാനുഫാക്ചറിങ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല. രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ബിസിനസ് എപ്പോൾ വേണം തുടങ്ങാം, പക്ഷേ 31/3/2023 മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ആദ്യത്തെ പോയിന്റ് അസസിയെ പറ്റിയാണ്. രണ്ടാമത്തെ ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ പ്ലാന്റ് ആൻഡ് മെഷറിയെ പറ്റിയാണ്. പിന്നെ നാലാമത് നമ്മൾ പറഞ്ഞത് ബിൽഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞത് നമ്മുടെ സ്പ്ലിറ്റിംഗ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ അസസി, ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനി, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ 1/10/2019 ഓർ ദെയർ ആഫ്റ്റർ, and commencement of manufacturing activity at least before 31/3/2023. Business should not be created by splitting of an existing business or reconstruction of the existing business. Exception, business covered under 33B. Fourth one, plant and machinery condition restriction. Building condition should be new. And existing hotel ആയിട്ടോ കൺവെൻഷൻ സെന്റർ ആയിട്ടോ 80 IDയിൽ ഉപയോഗിച്ച ഹോട്ടലിന് വേണ്ടിയോ കൺവെൻഷൻ സെന്ററിനോ ഉപയോഗിച്ച ബിൽഡിംഗ് ഈ സെക്ഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. സോ നൗ ദ നെക്സ്റ്റ് വി ആർ കണ്ടിന്യൂയിങ് ദ 6th condition. See, 115 BABയുടെ പർപ്പസ്, ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവന്നതിന്റെ പർപ്പസ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുവഴി രാജ്യത്തെ ഉൽപാദനം കൂട്ടുക. അപ്പോൾ അതുവഴി കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുക. അതുവഴി രാജ്യത്തെ എക്കോണമിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. ദാറ്റ് വാസ് ദ ഐഡിയ. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, if a manufacturing company started for the purpose of 115 BAB and later on if they are doing any other activity which are not a manufacturing activity, then it is a violation of condition. So strictly they are saying this company should be engaged in the activity of
production or manufacture of any article or thing, or research in relation to or distribution of such article or thing produced or manufactured by it, and it should not be engaged in any other business. അപ്പോൾ ഇവരുടെ ബിസിനസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇവൻ എൻഗേജ് ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്, പിന്നെയോ വേണമെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട റിസർച്ച്, പ്രാക്ടിക്കലി സയൻറ്റിഫിക് റിസർച്ച്, പിന്നെ ഇവർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി, ഇത്രയും ബിസിനസ്സുകളെ ഇവർ ചെയ്യാവും. അപ്പോൾ ബിസിനസ്സുമായി മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട റിസർച്ച് ചെയ്യാം, പ്രശ്നമല്ല, അത് വേറെ ബിസിനസ്സായിട്ട് കണക്കാക്കത്തില്ല. ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയും കമ്പനിയാണ് ചെയ്യുന്നത്, അതും ബിസിനസ്സായിട്ട് കണക്കാക്കും. പക്ഷേ ദേ ഷുഡ് നോട്ട് ബി എൻഗേജ്ഡ് ഇൻ എനി അതർ ബിസിനസ്. മറ്റൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന ആക്ടിവിറ്റി അല്ല വേറൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല. നോക്കൂ, മാനുഫാക്ചറിംഗ് നിന്ന് തുടങ്ങിയ ഒരു കമ്പനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം മറ്റു ചില ആക്ടിവിറ്റിയും തുടങ്ങിയാൽ, അങ്ങനെ മറ്റു ചില ആക്ടിവിറ്റി തുടങ്ങുന്ന ആ മൊമെന്റിൽ അവർ ഇനെലിജിബിൾ ആവും. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് വേറെ ഇൻകം വരുന്നതിന് കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനിക്ക് ഇൻസിഡന്റൽ ആയിട്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വന്നു. അവരുടെ മെയിൻ ആക്ടിവിറ്റി മാനുഫാക്ചറിംഗ് ആണ്, ബട്ട് ഇൻസിഡന്റലി ഹൗസ് പ്രോപ്പർട്ടി വന്നു, പ്രശ്നമല്ല. അവരുപയോഗിച്ച് അസറ്റ് വിറ്റപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വന്നു, കുഴപ്പമില്ല. അതല്ല ഉദ്ദേശിച്ചത്. അവർ പറയുന്നത് മാനുഫാക്ചറിംഗ്, റിസർച്ച്, ഡിസ്ട്രിബ്യൂഷൻ അല്ലാണ്ട് മറ്റൊരു ബിസിനസ് അവർ ചെയ്യരുത്, മറ്റൊരു ബിസിനസ് ചെയ്യരുത്. ഓക്കെ, യു സീ ദാറ്റ് വേർഡ് യൂസ്ഡ്. Don't do any other business other than manufacturing or production or research in relation to or distribution of such article or goods produced or manufactured by it എന്നാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. Then next point, ഈ പറയുന്ന 115 BAB എന്ന് പറയുന്ന സെക്ഷനിലെ അടുത്ത അവർ പറയുന്ന കണ്ടീഷൻ ഇതാണ്. ഈ ബിസിനസ്സിലെ ഡിഡക്ഷൻ അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ 115 BAB ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇൻകം ടാക്സിലെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പറയുന്ന സെക്ഷൻസിന് എഫക്റ്റ് കൊടുക്കാൻ പാടില്ല. സോ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി കമ്പനി മസ്റ്റ് ബി കമ്പ്യൂട്ടഡ്. ടോട്ടൽ ഇൻകം മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് വിത്തൗട്ട് ഗിവിംഗ് എഫക്റ്റ് ടു ദ ഫോളോയിങ് പ്രൊവിഷൻസ്. ഇനി പറയുന്ന സെക്ഷൻസിന് എഫക്റ്റ് കൊടുക്കാതെ വേണം ഇവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ. സോ വാട്ട് ദേ ആർ സേയിങ്? നമ്പർ 1, Section 32 subsection 1 subclause 2. Number 2, Section 10AA. Then number 3, Section 35 subsection 2AA. Then Section 32AD. Then Section 35 subsection 2AB. ആക്ച്വലി നമ്മൾ ഓർഡർ അനുസരിച്ച് പറയാം, നമുക്ക് ഓർഡർ അനുസരിച്ച് അങ്ങനെ എഴുതി പോകും, അതല്ലേ കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ എളുപ്പം. ഓർഡർ അനുസരിച്ച് പോകാം. നമ്പർ 1, ഫസ്റ്റ് 10AA, SEZ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ 115 BAB കമ്പനി അല്ലെങ്കിൽ 115 BAB ഓപ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിക്ക് BABയുടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ their total income must be computed without giving effect to section 10AA. Number 2, section 32 subsection 1 subclause 2A. And next they are saying section 32AD. Next they are saying section 35 subsection 1 subclause 2. Then section 35 subsection 1 subclause 2A. Then they are saying section 35 subsection 1 subclause 3. Then they are saying section 35 subsection 2AA. Then they are saying section 35 subsection 2AB. And the next section is section 35AD. And the next section is section 35CCC. And the next section is section 35CCD. And the next section they are saying is section 33AB. And the next section is section 33ABA. And next they are saying chapter 6A, not the entire chapter 6A, chapter 6A, heading C, except section 80JJA. അപ്പോൾ എന്തോ എൻ്റെ കോൺസെപ്റ്റ്? സെക്ഷൻ 10AA സ്പെഷ്യൽ എക്കണോമിക്സ് ആണ്. നമ്മൾ SEZനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ 10AA SEZ എന്ന് പറഞ്ഞാൽ SEZനകത്ത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2005 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 10AA. 10AA എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ 10AA കിട്ടത്തില്ല. സെക്ഷൻ 32(1) subclause 2A എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ഡിപ്രീസിയേഷൻ ഫോർ മാനുഫാക്ചറിംഗ് കൺസേൺസ്. അപ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. റിമെമ്പർ, നോർമൽ ഡിപ്രീസിയേഷൻ അവൈലബിൾ ആൻഡ് ദ നോർമൽ ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ എന്നാണ് പറയുന്നത്. അഡീഷണൽ ഡിപ്രീസിയേഷൻ നോട്ട് അവൈലബിൾ.
അപ്പോൾ 32(1)(2)A എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ. 32AD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാനയുടെ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീൻ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ മണ്ടയ്ക്ക് കിട്ടുന്ന റിഡക്ഷൻ ആണ് ഈ 32AD. അപ്പോൾ ആ 32AD എന്ന് പറയുന്ന സെക്ഷന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല, പിന്നെ എടുക്കാൻ പാടില്ല. 35(1)(2) എന്താണ് 35(1)(2)? ദാറ്റ് ഈസ് ദ ഡൊണേഷൻ ഗിവൺ ടു research associations, research institutions for which we can claim a weighted deduction of 150%. So that deduction not available. Donation to research institutions കിട്ടത്തില്ല. 35(1)(2)A that is the donation given to an Indian company for scientific research. അതും റിസർച്ച് ഡൊണേഷൻ ആണ്. 35(1)(3) ഡൊണേഷൻ ഗിവൺ ടു എ സ്റ്റാറ്റ്യൂട്ടറി റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ റിസർച്ച് അസോസിയേഷൻ എൻഗേജ്ഡ് ഇൻ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, അവർക്ക് കൊടുക്കുന്ന ഡൊണേഷൻ എലിജിബിൾ അല്ല. Next is section 35(2)AA. What is that? That is the donation given to National Laboratory, Indian Institute of Technology, which is eligible for 150% deduction. ആ deduction എടുക്കാൻ പാടില്ല. 35(2)AB. That is a company engaged in manufacturing activity if they are incurred in-house scientific research expenditure except land and building. For all other items they can claim 150% weighted deduction. That deduction not available. And section 35AD, that is specified business in the deduction. ആ 14 business in the deduction, that is investment linked tax incentive, cold chain facility, 2-star hotel, beekeeping, honey, beeswax, ആ പറയുന്ന 14 business in the deduction എടുക്കാൻ പറ്റത്തില്ല, എടുക്കാൻ പാടില്ല. 35CCC, expenditure on notified agriculture extension project 150% കിട്ടത്തില്ല. 35CCD, notified skill development project 150% കിട്ടത്തില്ല. 33AB, that is tea, coffee, rubber development account, ചായ, കാപ്പി, റബ്ബർ കിട്ടത്തില്ല. 33AB, a site to restoration fund account, petroleum, natural gas production ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന സ്പെഷ്യൽ ഡിഡക്ഷൻ 33ABA അത് കിട്ടത്തില്ല. നെക്സ്റ്റ് ദർ തിങ് ചാപ്റ്റർ 6A അണ്ടർ ഹെഡിങ് C except 80JJAA. ആക്ച്വലി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഹെഡിങ് സി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 80Hലാണ്, അത് എൻഡ് ചെയ്യുന്നത് 80RRBയിലാണ്. പ്രാക്ടിക്കലി 80RRBയും 80QQB എന്ന് പറയുന്ന അവസാനത്തെ രണ്ട് ഹെഡിങ് സിയിൽ ഐറ്റം ഇവിടെ വരില്ല. കാരണം 80QQBയും 80RRBയും റോയൽറ്റി ഇൻകത്തിന്റെ ഡിഡക്ഷൻ ആണ്. അത് ഇൻഡിവിജ്വലിനാണ് കിട്ടുന്നത്, റെസിഡന്റ് ഇൻഡിവിജ്വലിന്. ഇത് കമ്പനിയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട. അപ്പം RRBയും QQB ഇവിടെ വരില്ല. പിന്നെ 80H ഒന്നും ഇപ്പോൾ റിലവൻ്റ് അല്ല. അപ്പോൾ ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുക? ഒന്ന് 80IA, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കിട്ടുന്ന റിഡക്ഷൻ. അതുപോലെ 80IAB, നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള യൂണിറ്റുകൾക്ക് 10AA അല്ലെങ്കിൽ 80IAB ആണ് CSET-ന്. അപ്പോൾ 80IAB. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന 80IB, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അല്ലാത്തവരുടെ അണ്ടർടേക്കിംഗ് വിച്ച് ഇസ് നോട്ട് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇൻഫ്രാസ്ട്രക്ചറിന് 80IA, ഇൻഫ്രാസ്ട്രക്ചറിൽ വരാത്ത മറ്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന് 80IB. അതുപോലെ പിന്നെ വരുന്ന 80IBA എന്ന് പറയുന്നത്. 80IBA എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൗസിംഗ് പ്രോജക്റ്റിന്റെ ഡിഡക്ഷനെ പറ്റി പറയുന്നതാണ്. അതുപോലെ 80IAC എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പാണ്, സ്റ്റാർട്ടപ്പ്. അതുപോലെ 80ID, പിന്നെ സെക്ഷൻ 80IE നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കിട്ടുന്ന റിഡക്ഷനാണ്. പിന്നെ 80JJA എന്ന് പറയുമ്പോൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്, അതിൻ്റെ പ്രോസസ്സിങ്. പിന്നെ 80LA എന്ന് പറയുമ്പോൾ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകൾക്കും ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്ററിലുള്ളവർക്കും കിട്ടുന്ന റിഡക്ഷനാണ് 80LA. അപ്പോൾ 80LA, 80JJA, 80IE, 80ID, 80IAC, 80IBA, 80IB, 80IAB, പിന്നെ 80IA. ഇത്രയും ഡിഡക്ഷൻസ് ആണ് ചാപ്റ്റർ 6 ഹെഡിങ് സിയിൽ വരുന്നത്. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് QQBയും RRBയും ഉണ്ടെങ്കിലും QQB RRB ഒരു കമ്പനിയെ സംബന്ധിച്ച് വരത്തില്ല. നമ്മൾ പഠിക്കുന്ന പ്രൊവിഷൻ കമ്പനിയുടെയാണ്, അതുകൊണ്ട് കമ്പനിക്ക് ഇത്രയും ഡിഡക്ഷൻസ് പ്രാക്ടിക്കലി ഇത്രേ വരുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല, വേണ്ട എന്ന് വയ്ക്കണം. അപ്പോൾ പ്രോഫിറ്റ് ലിങ്ക്ഡ് ടാക്സ് ഇൻസെന്റീവ്സ് ആയ ചാപ്റ്റർ 6 ഹെഡിങ് സിയിൽ ഇത്രയും ഡിഡക്ഷൻ പറ്റത്തില്ല. പക്ഷേ എക്സെപ്റ്റ് 80JJAA, അപ്പോൾ അഡീഷണൽ എംപ്ലോയീസിന്റെ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അഡീഷണൽ എംപ്ലോയി കോസ്റ്റിന്റെ 30% ഡിഡക്ഷൻ തരുന്നതാണ് JJAA. That JJAA would be available. So except 80JJAA, any all other deductions prescribed in chapter 6 heading C won't be allowed. ചാപ്റ്റർ 6 ഹെഡിങ് സി എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 6 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചാപ്റ്റർ 6 ഹെഡിങ് സി. ചാപ്റ്റർ 6ക്ക് ഹെഡിങ് A ഉണ്ട്, ഹെഡിങ് B ഉണ്ട്, ഹെഡിങ് C ഉണ്ട്, ഹെഡിങ് D ഉണ്ട്, ഹെഡിങ് DA ഉണ്ട്. അപ്പോൾ ചാപ്റ്റർ 6 ഹെഡിങ് B എന്ന് പറഞ്ഞാലാണ് നമ്മുടെ 80C, CCC, CCD, അതുപോലെ 80DDD, 80G, GG, GG, BGGC അതൊക്കെ വരുന്ന, അതൊക്കെ കിട്ടും. അവർ പറയുന്നത് ചാപ്റ്റർ 6 ഹെഡിങ് സിയിൽ വരുന്ന ഇത്രയും ഡിഡക്ഷൻസ് പറ്റത്തില്ല. JJAA എടുത്തോളൂ, കുഴപ്പമില്ല. അല്ലാതെ ചാപ്റ്റർ 6 കിട്ടൂല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചാപ്റ്റർ 6 ഹെഡിങ് സി തരൂലെന്നാണ്. അപ്പോൾ ഹെഡിങ് എയിലും ബിയിലും വരുന്ന ബാക്കി ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും.
അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസിന് എഫക്റ്റ് കൊടുക്കാതെ എന്ന് വെച്ചാൽ ഇതിലേക്കും ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ഐറ്റത്തിന് ബെനിഫിറ്റ് കൊടുക്കാതെ വേണം യു ഹാവ് ടു കമ്പ്യൂട്ട് ദ ഇൻകം. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് എടുക്കാതെ ഇൻകം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കണ്ടീഷൻ ഇതാണ്. ദ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ, ഒന്നുകിൽ ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓർ തിങ്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട റിസർച്ച്, അല്ലെങ്കിൽ ആ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ ആക്ടിവിറ്റി ചെയ്യാവും. ഇതല്ലാതെ മറ്റൊരു ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല, മറ്റൊരു ബിസിനസ് ചെയ്യാൻ പാടില്ല. പിന്നെ ടോട്ടൽ ഇൻകം വിത്തൗട്ട് ഗിവിംഗ് എഫക്ട് ഓഫ് ദീസ് സെക്ഷൻസ്, ഈ പറയുന്ന ഇത്രയും സെക്ഷൻസിന് എഫക്ട് കൊടുക്കാതെ വേണം ടോട്ടൽ ഇൻകം അവർ കമ്പ്യൂട്ട് ചെയ്യാൻ. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് കണ്ടീഷൻ? അടുത്ത കണ്ടീഷൻ, എട്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 7 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് അസസി ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. 2 ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും അവർ ചെയ്യുന്ന ബിസിനസിന്റെ കാര്യം പറഞ്ഞു. 3 സ്പ്ലിറ്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങാൻ പാടില്ല. ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ പറഞ്ഞു. ഹോട്ടൽ കൺവെൻഷൻ സെന്ററായിട്ട് ഉപയോഗിച്ച ബിൽഡിംഗ് പാടില്ല, ഐഡിയലി ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എലിജിബിൾ, സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിക്കുന്നത് 20% വരെ ആകാം. പിന്നെ അത് 5ാമത്. 6ാമത് നമ്മൾ പറഞ്ഞത് മാനുഫാക്ചറിങ്ങോ റിസർച്ചോ ഡിസ്ട്രിബ്യൂഷനോ അല്ലാതെ മറ്റൊരു ബിസിനസ് ഇവർ ചെയ്യരുത്, ചെയ്ത വയലേഷൻ ആണ്. 7ാമത്തത് ടോട്ടൽ ഇൻകം ഇത്രയും സെക്ഷൻ എഫക്ട് കൊടുക്കാതെ വേണം അവർ കമ്പ്യൂട്ട് ചെയ്യാൻ വിത്തൗട്ട് ഗിവിംഗ് എഫക്ട്. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ അവർ പറയുന്നത്, ക്യാരി ഫോർവേഡ് ലോസ് ബിക്കോസ് ഓഫ് എനി ഓഫ് ദീസ് പ്രൊവിഷൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന 32(1)(2)A അല്ലെങ്കിൽ ഈ പറയുന്ന 10AA ഇത് മുതൽ ഇതുവരെയുള്ള ഏതെങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തത് കാരണം, ബിക്കോസ് ഓഫ് ദീസ് ഡിഡക്ഷൻ, if there is any loss, because of these deductions, if there is any loss, that loss will not be allowed to carry forward and it shall lapse. അപ്പോൾ carry forward of loss due to those sections, those incentive sections prescribed will not be allowed to carry forward. അത് കംപ്ലീറ്റ് ലോസും ഡീംഡ് ടു ബി അലൗഡ്, അതെല്ലാം തന്നതായിട്ട് വിചാരിക്കും, അതെല്ലാം കളയണം. അപ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊണ്ട് ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ടെങ്കിൽ കളയണം. സ്വാഭാവികമായും ഇവിടെ ചിന്തിക്കുന്ന ഒരാൾക്ക് സംശയം വരും, സാറേ 1 ഒക്ടോബർ 2019 രജിസ്റ്റർ ചെയ്യുന്ന ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലേ സാർ? അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ ഈ വർഷം മുതലാണല്ലോ, എന്തായാലും ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ഇയർ ആണല്ലോ അവർ ഇത് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സാർ ഈ ക്യാരി ഫോർവേഡ് ലോസ് വരുന്നത്? അവർ ഇത്രയും ഡിഡക്ഷൻസ് അവർക്ക് തരത്തില്ല. ക്യാരി ഫോർവേഡ് ലോസ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരുന്നത്? ഇത്രയും ഡിഡക്ഷൻസ് കൊണ്ട് ക്യാരി ഫോർവേഡ് ലോസ് വരത്തില്ലല്ലോ, പുതിയ കമ്പനിയിൽ വരാം. അതെപ്പോഴാ? 1/10/2019 ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അമാൽഗമേഷൻ നടക്കുവാണ്. 2 പഴയ ഓൾഡ് 2 കമ്പനികളൂടെ ചേർന്ന് 1/10/2019 അമാൽഗമേറ്റ് ചെയ്ത്, അമാൽഗമേറ്റഡ് പുത്തൻ കമ്പനി ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ആ കമ്പനിക്കകത്ത് 20% മാത്രം പഴയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിച്ചു, ബാക്കി 80% പുത്തൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്ത് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി തുടങ്ങിയാൽ ആ അമാൽഗമേറ്റഡ് കമ്പനി എലിജിബിൾ ആണ്. അപ്പൊ അമാൽഗമേഷൻ വരുമ്പോൾ എന്താ പ്രത്യേകത? ഇൻകം ടാക്സിന്റെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസിന്റെ പ്രൊവിഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സെക്ഷൻ 72A 72A അനുസരിച്ച് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഓഫ് ദി, അതായത് ബ്രോട്ട് ഫോർവേഡ് ബിസിനസ് ലോസ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദി അമാൽഗമേറ്റിംഗ് കമ്പനി ഷാൾ ബിക്കം ദ ബിസിനസ് ലോസ് ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദി അമാൽഗമേറ്റഡ് കമ്പനി ഇൻ ദ ഇയർ ഇൻ വിച്ച് അമാൽഗമേഷൻ ടുക്ക് പ്ലേസ് എന്നാണ് പ്രൊവിഷൻ. അപ്പോ അമാൽഗമേഷൻ വഴിയാണ് പുതിയ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിൽ സ്വാഭാവികമായും അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കയ്യിൽ ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ടാവും. അത് അമാൽഗമേറ്റഡ് കമ്പനിക്ക് കിട്ടും. അന്നേരം ആ ലോസിനകത്ത് ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻസ് കൊണ്ടുണ്ടായ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസ് കളയേണ്ടി വരും. ആ ലോസ് പറ്റത്തില്ല സാറേ. അപ്പൊ ഇതല്ലാത്ത ലോസ് ഉണ്ടെങ്കിൽ പറ്റുമോ? പറ്റും. അബ്സല്യൂട്ട്ലി പോസിബിൾ ആണ്, ഡെഫിനറ്റ്ലി പറ്റും. അപ്പോൾ ഇത്രയും സെക്ഷൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ലോസ് ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി വരാൻ ചാൻസ് പുതിയ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് അമാൽഗമേഷൻ വഴിയാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് 72A. രണ്ടാമത്തെ സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉള്ളത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ അബ്സോർവ് ചെയ്യാം. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ കമ്പനി അബ്സോർവ് ചെയ്യുമ്പോൾ നമ്മളതിനെ സസഷൻ എന്നാണ് വിളിക്കുന്നത്. അന്നേരം ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിലുള്ള ലോസ് കമ്പനിക്ക് കിട്ടും. 1/10/2019 പഴയ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്ത് പുത്തൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ബാക്കി കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്തു. പ്ലാന്റ് ആൻഡ് മെഷീനറി കണ്ടീഷനും ബാക്കി എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എലിജിബിൾ ആണ് ആ കമ്പനി. അവിടെ പഴയ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിലുള്ള ലോസ് പുതിയ കമ്പനിക്ക് കിട്ടും. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഫേംസ് ലോസ് റിലേറ്റഡ് ടു ബിക്കോസ് ഓഫ് ദോസ് സെക്ഷൻസ്, ഈ പറഞ്ഞ ഡിഡക്ഷൻസ് എന്തെങ്കിലും ക്ലെയിം ചെയ്തുകൊണ്ടുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല, അത് കളയേണ്ടി വരും. സിമിലർലി നമ്മുടെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിനെ കമ്പനി ഏറ്റെടുക്കാം. അങ്ങനെയും കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാം. കമ്പനി സെറ്റപ്പ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് പിന്നെ ആ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിനകത്തുള്ള ആൾക്കാർ ജീവിതത്തിൽ ആദ്യമായി കമ്പനി തുടങ്ങണമായിരിക്കണം അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ അവർ പറയുന്നത് എന്താണ്? ബിസിനസ് നിലവിലുള്ള ബിസിനസ്സിനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ പാടില്ലെന്നാണ്. അമാൽഗമേഷൻ ഒരു റീകൺസ്ട്രക്ഷനോ സ്പ്ലിറ്റിംഗ് അപ്പോ അല്ല.
അതുപോലെ പാർട്ണർഷിപ്പ് ഫേമിനെ കമ്പനി ഏറ്റെടുക്കുന്ന സസഷൻ അതല്ല, സ്പ്ലിറ്റിംഗ് അപ്പോൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്സോ അല്ലെങ്കിൽ സ്പ്ലിറ്റിങ്ങോ അല്ല. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫ്രഷ് ആയിട്ട് ആദ്യമായി ഇപ്പോൾ തുടങ്ങുന്ന ഒരു പുത്തൻ കമ്പനി ആണെങ്കിൽ ഈ പറയുന്ന എട്ടാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ബിക്കോസ് ഓഫ് ദോസ് സെക്ഷൻസ് വരുന്നില്ല, ഉദിക്കുന്നില്ല. പക്ഷെ അമാൽഗമേഷൻ വഴിയോ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിനെ കമ്പനി ഏറ്റെടുത്തതോ അങ്ങനെ കമ്പനി ഉണ്ടായതോ പാർട്ണർഷിപ്പ് ഫാമിനെ കമ്പനി ഏറ്റെടുത്ത സസഷനോ ആ കാരണങ്ങൾ കൊണ്ടുണ്ടായതാണെന്നുണ്ടെങ്കിൽ ഓക്കെ പോസിബിൾ ആണ്. ഈവൻ LLP കമ്പനിയായിട്ട് മാറാം, കമ്പനി ആക്ട് പ്രകാരം LLP കമ്പനി ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോസിബിൾ ആണ്. പക്ഷേ ഇൻകം ടാക്സിനകത്ത് മെയിനായിട്ട് പറയുന്നത് പാർട്ണർഷിപ്പ് ഫാമിനെ കമ്പനി ഏറ്റെടുക്കുന്നതും പിന്നെ നമ്മുടെ പ്രൊപ്പറേറ്റർഷിപ്പിനെ കമ്പനി ഏറ്റെടുക്കുന്നതും പിന്നെ അമാൽഗമേഷനും വരാം. ആ കേസുകളിലാണ് പഴയ ആളുടെ ലോസ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഇതൊരു പുതിയ കമ്പനിയായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു പോയിന്റ് വരത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ എന്തൊക്കെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് പ്രാക്ടിക്കലി അമാൽഗമേഷൻ കേസാണെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഈ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 115 BAB എന്ന് പറയുന്ന സെക്ഷൻ ക്ലെയിം ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ടാക്സ് റേറ്റ് വളരെ കുറവാണ്. അതായത് ബേസിക്കലി അവരുടെ ടാക്സ് റേറ്റ് 15%. നമ്മൾ ടാക്സ് റേറ്റ് ഡീറ്റെയിലായിട്ട് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. മെയിൻലി 15% ഇവരുടെ ടാക്സ് റേറ്റ്. ഈ പറയുന്ന കൺസെഷണൽ ടാക്സ് റേറ്റ് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 115 BAB ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു പുതിയ മാനുഫാക്ചറിംഗ് കമ്പനി അവരുമായി ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായി, ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സൺസുമായി ചേർന്ന് ചില ബിസിനസ് ഇടപാടുകളിൽ ഏർപ്പെടുകയും ഈ പറയുന്ന 115 BAB ബിസിനസ്സിനകത്തേക്ക് ക്ലോസ്ലി കണക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഇൻകത്തിനെ ഡൈവേർട്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് അവർ പമ്പ് ചെയ്യും, ഡംപ് ചെയ്യും. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 115 BAB ഒരു കമ്പനിയും അതല്ലാത്തൊരു നോർമൽ കമ്പനി അല്ലെങ്കിൽ ഒരു നോർമൽ ഓർഗനൈസേഷൻ, that organization is closely connected to this company. That may be a person, that may be a company, that may be a firm, whatever may be. But that concern, that person is a closely connected person with this 115 BAB company. And in between they engage into a transaction. And that transaction price is manipulated. And because of that manipulation, the profit in that other business is diverted to this business. ഫോർ എക്സാമ്പിൾ 115 BAB കമ്പനിക്ക് ആവശ്യമായ പർച്ചേസ് മാർക്കറ്റ് റേറ്റിൽ 1 crore rupees ആണ് പർച്ചേസ് കോസ്റ്റ്. അപ്പോൾ 1 കോടി രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ട സാധനം ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് 1.5 കോടിക്ക് പർച്ചേസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ഊഹിച്ചു നോക്കൂ. 115 BAB കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 1 കോടി മാർക്കറ്റ് റേറ്റിൽ പർച്ചേസ് കോസ്റ്റ് വരേണ്ട സ്ഥാനത്ത് 1.5 കോടി പർച്ചേസ് വന്നാൽ പർച്ചേസ് കൂടിയാൽ ഇവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു എന്നാണ്. ഇവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു. 1 കോടിക്ക് മേടിക്കേണ്ട 1.5 കോടിക്ക്. ഇതാരും ചെയ്യൂല. അതെന്താ ഇതാരും ചെയ്യാത്തത്? എടോ 115 BAB പ്രോഫിറ്റ് കുറയ്ക്കാനല്ലല്ലോ നോക്കുന്നത്, കൂട്ടാനല്ലേ നോക്കൂ. അപ്പോൾ അവരെന്തായിരിക്കും നേരെ ചെയ്യുക? ജസ്റ്റ് ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കൂ. 1 കോടി രൂപയ്ക്ക് മേടിക്കേണ്ട സാധനം 50 ലക്ഷം രൂപയ്ക്ക് ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സൻ്റെ മേടിച്ചു. അപ്പൊ ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സണെ സംബന്ധിച്ച് സെയിൽസ്, 115 BAB കമ്പനിയെ സംബന്ധിച്ച് പർച്ചേസ്, ഇവരുടെ ബിസിനസ്സിന് ആവശ്യമായ റോ മെറ്റീരിയലിന്റെ പർച്ചേസ്. 1 കോടിക്ക് മേടിക്കേണ്ട സാധനം 50 ലക്ഷക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ 115 BAB കമ്പനിയുടെ P&L അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ പർച്ചേസ് 1 കോടി വരേണ്ട സ്ഥാനത്ത് 50 ലക്ഷമായി. പർച്ചേസ് കുറഞ്ഞു. അപ്പോൾ പർച്ചേസ് കുറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് കൂടി. പർച്ചേസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേ ആളുടെ ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സൺസിന്റെ സെയിൽസ് കുറഞ്ഞു. അയാൾ ഹൈ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന 30%ലോ 25%ലോ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിയാവാം. അവന്റെ പ്രോഫിറ്റ് കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവന്റെ പ്രോഫിറ്റ് ഡൈവേർട്ട് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നാൽ 15% ടാക്സ് കൊടുത്താൽ മതി, ബാക്കി ഇവർ തമ്മിൽ സെറ്റിൽ ചെയ്യും. അപ്പോൾ നോക്കൂ, ഒരു 115 BAB കമ്പനിയും ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സണും തമ്മിൽ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തിട്ട് അൺനെസസറി നോർമലി ഇവിടെ വരുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് വന്നു എന്ന് അസസിംഗ് ഓഫീസർക്ക് തോന്നിയാൽ the AO has the power to recompute, അല്ലെങ്കിൽ the AO has the power to compute the excessive profit reported in 115 BAB company because of the close connection with that other party. So AO has the power to recompute or to calculate. AO has the power to calculate excess profit. AO has the power to calculate the excess profit because of the close connection, closely connected persons. അപ്പോൾ നമ്മുടെ 115 BAB എന്നുള്ള കമ്പനിയുടെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 115 BAB കമ്പനിയും അവരുമായിട്ട് ബന്ധമുള്ള ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സൺസും തമ്മിൽ മേ ബി ഈ ഓർഗനൈസേഷനുമായി അടുത്ത റിലേഷൻഷിപ്പുള്ള മറ്റൊരു സിസ്റ്റർ കൺസേണുമായിട്ട് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുകയും ആ ട്രാൻസാക്ഷൻ വഴി അതിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തത് വഴി മറ്റേ നോർമൽ യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് 115 BAB കമ്പനിയിൽ മോറായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് കണ്ടാൽ ആ എക്സസീവ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും അസസിംഗ് ഓഫീസർ.
മാത്രവുമല്ല അങ്ങനെ കണ്ടുപിടിക്കുന്ന ദാറ്റ് മച്ച് എക്സസീവ് പ്രോഫിറ്റ് വുഡ് ബി ടാക്സബിൾ അറ്റ് ദ ഹയർ റേറ്റ് ഓഫ് 30%. അങ്ങനെ ഏവോ കണ്ടുപിടിക്കുന്ന ആ പ്രോഫിറ്റിന് 30% ടാക്സ് കൊടുക്കേണ്ടി വരും. നോർമലി 115 BAB കമ്പനിയുടെ ടാക്സ് റേറ്റ് 15 ആണെങ്കിൽ ഇതിന് മാത്രം 30% കൊടുക്കേണ്ടി വരും ഈ എക്സസ് പ്രോഫിറ്റിന്. ദാറ്റ് ഈസ് എ കോൺസിക്വൻസ്. Now, the next point, what are the tax rates applicable for 115 BAB company? 115 BAB companyയുടെ അവരുടെ ഇൻകം ഫ്രം മാനുഫാക്ചറിങ്, അവരുടെ പ്രോഫിറ്റ് ഫ്രം മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ഓർ റിസർച്ച് ഇൻ റിലേഷൻ ടു ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ്, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റിന് അവർക്ക് കിട്ടുന്ന ഇൻകം ദാറ്റ് വുഡ് ബി ടാക്സബിൾ അറ്റ് എ കൺസെഷണൽ റേറ്റ് ഓഫ് 15%. ആൻഡ് ഇഫ് ദേ ഹാവ് എനി ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഡിപ്രീഷ്യബിൾ അസറ്റ്, അപ്പോൾ ഡിപ്രീഷ്യബിൾ അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഷോർട്ട് ടേം ആണ് കേട്ടോ, അത് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടേം ആണല്ലോ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടെങ്കിൽ അതിനും 15% ടാക്സ് കൊടുത്താൽ മതി. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം അല്ല, ലോങ് ടേം ആണെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് കൺസേൺ സെക്ഷനിലേക്ക് പോകും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ടു പേ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 22%, 22% ടാക്സ് കൊടുക്കേണ്ടി വരും. And if they have income from non-manufacturing activity, non-manufacturing activityയിൽ നിന്ന് മറ്റെന്തെങ്കിലും എന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ആക്ടിവിറ്റി അല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ പ്രാക്ടിക്കലി വി ക്യാൻ സേ an example, house property income is an example. So if they have any other income from non-manufacturing activity, that is also taxable at 22%. And what about the excess profit computed by the AO? Excess profit computed by the AO because of the clause connected between the company under 115 BAB and any other person, such income would be taxable at the rate of 30%. And for all these income, their surcharge would be 10% irrespective of the limit. Okay, without any limit. സാധാരണഗതി ഇന്ത്യക്കകത്ത് ടോട്ടൽ ഇൻകം 1 കോടി മുതൽ 10 കോടി വരെ 7% സർചാർജും, അതേസമയം 10 കോടിയുടെ മുകളിൽ ടോട്ടൽ ഇൻകം പോവുകയാണെങ്കിൽ 12% സർചാർജ്. ബട്ട് റിമെമ്പർ, ഇൻ ദിസ് കേസ് എ ഡൊമസ്റ്റിക് കമ്പനി, മാനുഫാക്ചറിംഗ് കമ്പനി covered and eligible under section 115 BAB, their surcharge would be with irrespective of the turnover, irrespective of the income, their surcharge would be 10% flat, 10% ആയിരിക്കും സർചാർജ്. ഇനി ഇവരുടെ ടാക്സ് റേറ്റ് പഠിക്കുമ്പോൾ മറ്റൊരു സുപ്രധാന വിഷയം, sometimes there are certain income under the income tax law which are for which a special rate is fixed. For example, scheduler rate എന്ന് പറയും, chapter 12 of the income tax law എന്ന് പറയും. chapter 12 of the income tax law എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 111A, ഇൻകം ടാക്സിന്റെ സെക്ഷൻ 112, ഇൻകം ടാക്സിന്റെ 112A, ഇൻകം ടാക്സിന്റെ 113, ഇൻകം ടാക്സിന്റെ 115BB, ഇൻകം ടാക്സിന്റെ 115BBD, ഇൻകം ടാക്സിന്റെ സെക്ഷൻ 115BBE, ഇൻകം ടാക്സിലെ സെക്ഷൻ 115BBF, ഇൻകം ടാക്സിലെ 115BBG. അപ്പോൾ സെക്ഷൻ 111, what is section 111? That is 111A, which says that short term capital gain from listed securities or unit of a business trust for which STT is paid but short term, it is taxable at a flat rate of 15%. അപ്പോൾ 111A 15% ഫ്ലാറ്റ് അത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യും. 112 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോർമലി ടാക്സബിൾ അറ്റ് എ ഫ്ലാറ്റ് റേറ്റ് ഓഫ് 20% ആണ്, ബട്ട് സം കേസസ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അറ്റ് എ ഫ്ലാറ്റ് റേറ്റ് ഓഫ് 10%. 112 സാധാരണ 2 റേറ്റ് വരാം, അപ് ടു 1 lakh നില്ല്, 1 lakh മുകളിലോട്ടുള്ളതിന് 10%. സോ 112A, that same, if the 115 BAB manufacturing company covered under this concession section, if they earned any of the income covered from 111A to 115 BBG, those sections rate would apply. അപ്പോൾ നോക്കൂ, 115 BAB സെക്ഷനിലെ ഈ 15% എന്നുള്ള റേറ്റ് ഒരു കാരണവശാലും, അല്ലെങ്കിൽ 22 എന്ന് പറയുന്ന റേറ്റ് പിന്നെ ഈ ഒരു കാരണവശാലും നമുക്ക് ഈ ഇൻകത്തിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനി ഇൻകം ഫോർ വിച്ച് ഷെഡ്യൂളർ റേറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ചാപ്റ്റർ 12 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961, ദാറ്റ് റേറ്റ് വുഡ് കണ്ടിന്യൂ. അർത്ഥം 111A 15%, 111A ഇൻകം ഉണ്ടെങ്കിൽ അതിന് 15 തന്നെ. 112 ലോങ് ടൈം ആപ്ലിക്കൻ ഉണ്ടെങ്കിൽ 20 അല്ലെങ്കിൽ 10 തന്നെ. 112 ലോങ് ടൈം ആപ്ലിക്കൻ ഉണ്ടെങ്കിൽ അപ് ടു 1 lakh നില്ല്, ബാക്കി 10% തന്നെ. 113 സാധാരണ സെർച്ച് നടത്തിയിട്ട് അസസ്മെന്റ് നടത്തുന്ന ഇൻകത്തിന് 60% ടാക്സ് ലഭിക്കാറുണ്ട്. ആ ബ്ലോക്ക് അസസ്മെന്റ് എന്ന് പറയാൻ അറിയപ്പെടും. ആ 60% 60 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. 115 BB എന്ന് പറയുമ്പോൾ വിന്നിംഗ് ഫ്രം ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം, ക്രോസ് വേർഡ് പസിൽസ്, കോൺ, ബെനേക, ക്രോർബതി ഓർ ഹോഴ്സ് റേസ് ഓർ സിമിലർ ടൈപ്പ് ഓഫ് ഇൻകം. സപ്പോസ് എനി ഓഫ് ദോസ് casual income like lottery winning etc received by this company, that would be continued to tax at the rate of 30% only.
115 BB 30% ടാക്സ് ചെയ്യും. 115 BBD നമുക്കറിയാം. ഒരു ഇന്ത്യൻ കമ്പനി ഫോറിൻ കമ്പനിയിൽ 26% 26% ഓർ മോർ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോറിൻ കമ്പനി സ്പെസിഫൈഡ് ഫോറിൻ കമ്പനി എന്ന് വിളിക്കും. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിനകത്തും ഡിവിഡൻഡിനകത്തും അതർ സോഴ്സിനകത്തും നമ്മളത് വ്യക്തമായി പഠിച്ചതാണ്. അപ്പോൾ 115 BBDയിലെ ആ 15% റേറ്റ് ഫോർ ദ ഡിവിഡൻഡ് ഫ്രം സ്പെസിഫൈഡ് ഫോറിൻ കമ്പനി വുഡ് കണ്ടിന്യൂ. 115 BBE which deals with unexplained cash credit, unexplained investment, unexplained money, unexplained jewelry prescribed under section 68, 69A, 69B, 69C, 69D. ആ പറയുന്ന ബ്ലാക്ക് മണി unexplained income would be taxable at a flat rate of 60% plus further surcharges. That would continue. And 115 BBF and 115 BBG we know. Concessional section we discussed. 115 BBF concessional taxation for royalty income where at least 75% research work is carried out in India and registered as per Indian Patent Act. Then that royalty income would be taxable at a concessional rate of 10%. And 115 BBG income from carbon credit, 1 ton carbon dioxide or equivalent emissions is controlled. United Nations will give you a certificate that is known as carbon credit that can be traded, and if you are earning income, that is also 10% concession rate. So these rates would continue. Okay, it is not affected. These rates are not affected by 115 BAB. So otherwise this is the rates prescribed under section 115 BAB of the income tax law. And the final point, the most important point is there are no need to pay MAT, and this company not liable for MAT. അപ്പോൾ ഇവർക്ക് MAT പേ ചെയ്യണ്ട. അപ്പോൾ കമ്പനി അസസ്മെന്റ് ചോദിക്കുമ്പോൾ മാറ്റിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഉറപ്പിക്കാം അവിടെ BAB ഇല്ല. അതൊരു സിമിലർലി ഇതിന്റെ കൂടെ വന്ന മറ്റൊരു സെക്ഷൻ ഉണ്ടല്ലോ BAA, അതും ഇവിടെ വരത്തില്ല. അപ്പോൾ ഇതാണ് 10ാമത്തെ പോയിന്റ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ സെക്ഷൻ്റെ അടുത്ത 11ാമത്തെ പോയിന്റ്. അപ്പോൾ ഈ സെക്ഷനിലെ 11ാമത്തെ പോയിന്റിൽ നമ്മൾ അറിയേണ്ടത് ദാറ്റ് ഈസ് ദിസ് സെക്ഷൻ ഈസ് പ്യുവർലി ആൻ ഓപ്ഷണൽ സെക്ഷൻ ആൻഡ് ദിസ് ഓപ്ഷൻ മസ്റ്റ് ബി എക്സസൈസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഇൻ ദ സെൻസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കമൻസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി തുടങ്ങിയ ഫസ്റ്റ് ഇയറിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് 139 സബ്സെക്ഷൻ 1 ഡ്യൂ ഡേറ്റിന് മുൻപ് ഓപ്ഷൻ എക്സസൈസ് ചെയ്തിരിക്കണം. Once the option is exercised, it never can be changed. Okay, it is final. Once it is exercised, it is final. ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഫസ്റ്റ് ഇയറിൽ ഈ കമ്പനി മാനുഫാക്ചറിങ് തുടങ്ങി രജിസ്റ്റർ ചെയ്ത് മാനുഫാക്ചറിങ് തുടങ്ങുന്ന ഫസ്റ്റ് ഇയറിൽ അവർ 115 BAB വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യണം. ആ ഫസ്റ്റ് ഇയർ താണ്ടി പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവർക്ക് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒരിക്കലും അവർക്ക് 115 BAB ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഫസ്റ്റ് ഇയറിൽ ഓപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഓപ്റ്റ് ചെയ്യണം. ഈ വർഷം തുടങ്ങിയ ഈ വർഷം ഓപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 1920, പ്രീവിയസ് ഇയർ 1920, അസസ്മെന്റ് ഇയർ 2021, 2020 സെപ്റ്റംബർ 30 അല്ലെങ്കിൽ 2020 നവംബർ 30 ഏതാണോ ഈ കമ്പനിയുടെ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ്, ആ ഡ്യൂ ഡേറ്റിന് മുൻപ് ഈ ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവർ എക്സസൈസ് ചെയ്ത് റിട്ടേണിൽ കാണിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് 115 BAB ക്ലെയിം ചെയ്യാൻ പറ്റൂ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ റേറ്റ് ഒക്കെ ആപ്ലിക്കബിൾ ആവും. ഇനി ഒരു തവണ 115 BAB ഓപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും, പിന്നെ ഒരു കാരണവശാലും ഒരു തിരിച്ചുപോക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സാർ ഇത് എത്ര വർഷം? ഇൻഡെഫിനിറ്റ് പീരീഡ്. ഈ കമ്പനി ഉള്ളിടത്തോളം കാലം ഇനി റേറ്റ് ഇത് തന്നെയാണ്. ഈ റേറ്റിന് മാറാൻ പോകുന്നില്ല. യു ഷുഡ് ബി കെയർഫുൾ, റൈറ്റ്? അപ്പോൾ ഒറ്റ തവണ ഇത് ഫസ്റ്റ് ഇയർ ഓപ്റ്റ് ചെയ്യണം. ഇതൊരിക്കലും എക്സിസ്റ്റിംഗ് കമ്പനികൾക്ക് ഇത് കിട്ടുകയല്ല. അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങി 115 BAB ഓപ്റ്റ് ചെയ്തിട്ട് പിന്നീട് നിനക്ക് വേണ്ടാന്ന് വെച്ചാൽ പുറത്ത് ചാടാം, ദാറ്റ് ഈസ് നോ പ്രോബ്ലം. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞു 115 BAB ഓപ്റ്റ് ചെയ്തില്ല, നോർമൽ റേറ്റ് ഫോളോ ചെയ്തു, എന്നിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് 115 BAB ഓപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ, പറ്റില്ല. ഈ സെക്ഷൻ ഫസ്റ്റ് ഇയർ ഓപ്റ്റ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞാൽ കിട്ടുകയില്ല. സാറേ ഓപ്ഷൻ എക്സസൈസ് ചെയ്തു, പിന്നീട് എപ്പോഴെങ്കിലും സബ്സിക്വൻ്റ്ലി നമ്മൾ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തു. Okay, after opting the section 115 BAB, subsequently the conditions is violated. Subsequently, if the conditions is violated, what is the consequence? They are saying the consequence is, in the previous year relevant to the assessment year in which the condition is violated, this company would be regulated as per the normal provisions of the Income Tax Act. നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദ ഇൻകം ടാക്സ് ലോ എന്ന് പറഞ്ഞാൽ ആ വർഷം മുതൽ നോർമലി ഒരു കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതിലേക്ക് പോകും. ഈ കൺസെഷൻ നിന്ന് പുറത്തെയാണ് അസസിംഗ് ഓഫീസർ, അങ്ങനെയായിരിക്കും നിങ്ങൾ അസസ് ചെയ്യുക. പ്രാക്ടിക്കലി എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നോർമൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അവിടെ വേറൊരു കൺസെഷൻ അവൈലബിൾ ആണ്. 115 BAA എന്നുള്ള എക്സിസ്റ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് 115 BAA. ആ 115 BAA ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 22 പോയി നിൽക്കും. ഈ പറഞ്ഞ 20 അല്ലെങ്കിൽ 25 22 പോയി നിൽക്കും. എന്തായാലും 15 കിട്ടത്തില്ല. 30 തന്നെ കൊടുക്കേണ്ടി വരത്തുമില്ല, 15 കിട്ടത്തുമില്ല.
കാരണം 15 ഈ സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 15 സർചാർജും 10 ഈ സെക്ഷനിൽ. അപ്പോൾ നോക്കൂ, ഈ സബ്സിക്വൻ്റ്ലി, കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾ വയലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിസിനസ് തുടങ്ങി മാനുഫാക്ചറിങ്, 2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മാനുഫാക്ചറിങ് അല്ലാതെ ഒരു ട്രേഡിംഗ് കൂടെ തുടങ്ങി, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഡിസ്ട്രിബ്യൂഷൻ അല്ല, വേറെ സാധനങ്ങളുടെ ട്രേഡിംഗ് കൂടെ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. അത് മറ്റൊരു ബിസിനസ് ഏർപ്പെടാൻ പാടില്ല, ഈ ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇയർ മുതൽ നിങ്ങളെ നോർമൽ കമ്പനിയുടെ അസസ് ചെയ്യും. സാറേ, അപ്പോൾ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ നിങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ, അതുകൊണ്ടാണല്ലോ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ നിങ്ങൾ 105 BAB നിന്നത്. അതിന് ബാക്കിലോട്ട് പോയി കുഴിച്ചെടുത്ത് ശവം മാന്തുന്ന പരിപാടിയില്ല, അത് ബാക്കിലോട്ട് പോകത്തില്ല. നിങ്ങൾ എന്നാണോ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് ആ വർഷം മുതൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഒരു നോർമൽ കമ്പനിയുടെ പ്രൊവിഷൻസിനനുസരിച്ചിരിക്കും അസസ് ചെയ്യുക. അത് അസസിംഗ് ഓഫീസർക്ക് പവർ കൊടുത്തിരിക്കുകയാണ്. 115 BAB എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ പ്രൊവിഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 115 BAB കഴിഞ്ഞ് ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിച്ച പ്രൊവിഷൻസ് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാത്തുള്ള നമ്മൾ ഡീകോഡ് ചെയ്തു, സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ മെയിൻ പോയിന്റുകൾ മാത്രം പറയുകയാണെങ്കിൽ, അസസി ഒരു ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കണം. ഈ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സും നോൺ റെസിഡന്റ് ആവണതിന് കുഴപ്പമൊന്നുമില്ല. കമ്പനി ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി ആവണമെന്നേ പറഞ്ഞുള്ളൂ. മേ ബി ഷെയർ ഹോൾഡേഴ്സ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കാം, ഫോറിനേഴ്സ് ആയിരിക്കും, നോൺ റെസിഡൻസ് ആയിരിക്കും, ദാറ്റ് ഡസന്റ് മാറ്റർ. കമ്പനി മസ്റ്റ് ബി എ ഡൊമസ്റ്റിക് കമ്പനി, മീൻസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/10/2019, ദാറ്റ് ഈസ് എ വെരി സ്ട്രിക്റ്റ് കണ്ടീഷൻ. 1/10/2019 എന്നുള്ള ഡേറ്റിന് മുൻപ് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾ 1/10/2019 ശേഷം മാനുഫാക്ചറിങ് തുടങ്ങിയാലും ഈ സെക്ഷൻ കിട്ടില്ല. ബിക്കോസ് എ വെരി സ്ട്രിക്റ്റ് കണ്ടീഷൻ, കമ്പനി മസ്റ്റ് ബി സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/10/2019 ആണ്. മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ഇഷ്ടം പോലെ പീരീഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ വർഷം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഈ വർഷം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് BAB ഓപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഉണ്ടാകുന്ന കമ്പനികൾക്കും ഈ സെക്ഷൻ ഉണ്ട്. അടുത്ത വർഷം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അടുത്ത വർഷമാണ് ഫസ്റ്റ് ഇയർ, അപ്പോൾ ഓപ്റ്റ് ചെയ്യുക. ഇനി അതിൻ്റെ അടുത്ത വർഷം 2023 സമയമുണ്ട്. 2023 മാർച്ച് 31 ആണ്. അതിന് മുമ്പ് മാനുഫാക്ചറിങ് കമൻസ് ചെയ്തിരിക്കണം. 1/10/2019 അതിനുശേഷമായിരിക്കണം സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പോൾ 2 കാര്യങ്ങൾ, 2 ഡേറ്റ് ശ്രദ്ധിക്കണം. ഒന്ന് സെറ്റപ്പ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി, 2 മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കമൻസ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റി പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ആയിരിക്കണം. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ആർട്ടിക്കിൾ ഓർ തിങ് ആയിട്ട് കണക്കാക്കാത്ത 4-5 കാര്യങ്ങൾ അവർ പറഞ്ഞു. അതിൽ ഒന്നാമത് അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്, 2 മൈനിങ് ആണ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കൺവേർഷൻ ഓഫ് മാർബിൾ ബ്ലോക്സ് ഓർ സിമിലർ ഐറ്റംസ് ഇൻ ടു സ്ലാബ്സ് ആണ്. മാർബിൾ സ്ലാബ് അല്ലെങ്കിൽ സിമിലർ സ്ലാബ്, ഷീറ്റ് സ്ലാബ് ആക്കുന്ന ആക്ടിവിറ്റി. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൈനിങ് എലിജിബിൾ അല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രിന്റിംഗ് ഓഫ് ബുക്സ്, ഷൂട്ടിംഗ് ഓഫ് സിനിമാറ്റോഗ്രാഫിക് ഫിലിം എലിജിബിൾ അല്ല. അത് പ്രൊഡക്ഷൻ ഓഫ് ഫിലിം ഇവിടുത്തെ പ്രൊഡക്ഷൻ അല്ല. പ്രിന്റിംഗ് ഓഫ് ബുക്സ് പ്രൊഡക്ഷൻ അല്ല, ട്രീറ്റ് ചെയ്തില്ല. അതുപോലെ ബോട്ട്ലിംഗ് ഓഫ് ഗ്യാസ് ഇൻ ടു സിലിണ്ടർ ഓർ എനി അതർ ആക്ടിവിറ്റി ഓർ എനി അതർ നാച്ചർ ഓഫ് ബിസിനസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദിസ് റിഗാർഡ്. പിന്നെ അടുത്ത് പറഞ്ഞത്, ഈ കമ്പനി തുടങ്ങുമ്പോൾ ഈ കമ്പനിക്കകത്തുള്ള ബിസിനസ് പുതിയ ബിസിനസ് ആയിരിക്കണം. നിലവിലുള്ള ഒരു ബിസിനസ്സിനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടോ നിലവിലുള്ള ഒരു ബിസിനസ്സിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടോ തുടങ്ങുന്ന ബിസിനസ് ആകരുത്. സോ ദ ബിസിനസ് ഷുഡ് നോട്ട് ബി ക്രിയേറ്റഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. അങ്ങനെ ആകാൻ പാടില്ല. ബട്ട് അതിന് എക്സെപ്ഷൻ ഉള്ള സെക്ഷൻ 33B പറഞ്ഞിരിക്കുന്ന ഫ്ലഡ് കൊണ്ടോ ടൈഫൂൺ കൊണ്ടോ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ഭാഗം നഷ്ടപ്പെട്ടു പോയി അതവർ റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത് ഇപ്പം ഒരു പുതിയ കമ്പനിയായിട്ട് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയ പ്രശ്നമില്ല. ബിൽഡിംഗ് ഈ സെക്ഷനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ 115 BAB കമ്പനി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് നേരത്തെ 80 ID എന്ന് പറയുന്ന ചാപ്റ്റർ 6 ഹെഡിങ്സിൽ 80 ID എന്നുള്ള സെക്ഷനിൽ ഹോട്ടലായിട്ടോ കൺവെൻഷൻ സെന്ററായിട്ടോ ഉപയോഗിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഒരു ബിൽഡിംഗ് ആകരുത്. അങ്ങനത്തെ ബിൽഡിംഗ് ആണെങ്കിൽ എലിജിബിൾ അല്ല. ഈ സെക്ഷൻ തന്നെ വയലേറ്റ് ചെയ്ത്, ബട്ട് ദിസ് കണ്ടീഷൻ വേണമെങ്കിൽ ഗവൺമെന്റ് റിലാക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബിസിനസ്സിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി പുതിയതായിരിക്കണം. ബട്ട് എനിവേ ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീന്റെ 20% വരെ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇമ്പോർട്ടഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി മറ്റാരും ഇന്ത്യയിൽ അസസിക്ക് മുൻപ് ഉപയോഗിച്ചിട്ടില്ല, ആരും അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പുതിയതായിട്ട് കണക്കാക്കും ഈ സെക്ഷന് വേണ്ടി. നമ്മൾ 6ാമത് പറഞ്ഞ പോയിന്റ്, ഈ കമ്പനി പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് എന്നുള്ള ബിസിനസ്സോ ഇവരുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് ഓഫ് ആർട്ടിക്കിൾ ഓർ തിങ്ങുമായി ബന്ധപ്പെട്ട റിസർച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇവർ മാനുഫാക്ചർ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഗുഡ്സുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സോ, ഇത് മൂന്നുമല്ലാതെ മറ്റൊരു ബിസിനസ് ഇവർ ചെയ്യരുത്. നെക്സ്റ്റ്, ടോട്ടൽ ഇൻകം മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് വിത്തൗട്ട് ഗിവിംഗ് എഫക്ട് ഓഫ് ദി ഇൻകം ടാക്സിന്റെ ഇൻകം ടാക്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് സെലക്ടഡ് ഇൻസെന്റീവ് സെക്ഷൻസ് ഉണ്ട്. ആ ഇൻസെന്റീവ് സെക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാതെ വേണം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ആ ഇൻസെന്റീവ് സെക്ഷന്റെ ലിസ്റ്റ് പറയുന്നത് 10AA, പിന്നെ 32(1) അഡീഷണൽ ഡിപ്രീസിയേഷൻ, 10AA CZ,
32AD സ്പെഷ്യൽ ഇൻസെന്റീവ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, റിസർച്ചുമായി ബന്ധപ്പെട്ട സെക്ഷൻസ്. 35AD ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക് ടാക്സ് ഇൻസെന്റീവ്, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്ട് CCC വേജ് റിഡക്ഷൻ, CCD വേജ് റിഡക്ഷൻ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്, 33AB ടീ കോഫി റബ്ബർ, ABA സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് അക്കൗണ്ട്, ചാപ്റ്റർ 3 ഹെഡിംഗ് സി എക്സെപ്റ്റ് 80JJAA, ബട്ട് 80JJAA ക്ലെയിം ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ 80IA എഫക്റ്റിൽ പറഞ്ഞാൽ 80IA, IAB, IB, IBA, IAC, IDIE, JJA, LA ഇത്രയും ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയും സെക്ഷൻസ് പരിഗണിക്കാതെ വേണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ വേണം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. സപ്പോസ് ഇതൊരു അമാൽഗമേഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു പഴയ ഒരു പാർട്ണർഷിപ്പ് ഫാമിനെ കൺവേർട്ട് ചെയ്ത് കമ്പനിയായ കേസിലാണ്, അങ്ങനെ ഒരു കമ്പനി എലിജിബിൾ ആവുന്ന കേസാണെങ്കിൽ പഴയ പ്രൊഡ്യൂസറുടെ ലോസിനകത്ത് ഈ പറയുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള സെക്ഷൻസ് ക്ലെയിം ചെയ്തത് കൊണ്ടുണ്ടായ ലോസ് ആണ് ക്യാരി ഫ്രോഡ് ലോസിൽ ഉള്ളതെങ്കിൽ അത് ലാപ്സ് ആവും. അത് കംപ്ലീറ്റ് എഫക്റ്റും തന്നായിട്ട് കരുതണം, അതിനവിടെ വെച്ച് കളയണം. അസസിംഗ് ഓഫീസർക്ക് ഈ പറയുന്ന ബിസിനസ് നമ്മുടെ 115 BABയുടെ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു ക്ലോസ് കണക്റ്റഡ് പേഴ്സണുമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്ത് ആ ട്രാൻസാക്ഷനിലെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി നോർമലി ഇവർക്കുള്ളതിനേക്കാളും എക്സസ് പ്രോഫിറ്റ് 115 BAB കമ്പനിയിൽ ബുക്ക് ചെയ്തു എന്ന് എഒക്ക് തോന്നിയാൽ എഒക്ക് ആ എക്സസീവ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന ആ എക്സസീവ് പ്രോഫിറ്റിന് 30% ടാക്സ് ചെയ്യും. ഈ സെക്ഷനിൽ 15% ബെനിഫിറ്റ് കിട്ടത്തില്ല. ടാക്സ് റേറ്റ് പറയുമ്പോൾ ഇൻകം ഫ്രം മാനുഫാക്ചറിംഗ് ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ റിസർച്ച് ഇൻ റിലേഷൻ ടു ഓർ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് 15%. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിലും 15% കൊടുത്താൽ മതി. നോർമൽ കമ്പനിയുടെ റേറ്റ് 30 ബട്ട് 15 കൊടുത്താൽ മതി. ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഫ്രം നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ 15 കിട്ടത്തില്ല, ബട്ട് അടുത്ത കൺസെഷൻ റേറ്റ് വന്ന് 22. ആക്ച്വലി ഇങ്ങനെ 22 എന്ന് പറയാതിരുന്നെങ്കിൽ അതിന് 30 കൊടുക്കേണ്ടി വന്നേനെ. 15 കിട്ടില്ല എന്ന് പറഞ്ഞാൽ 30 കൊടുക്കേണ്ടി വന്നേനെ. പക്ഷേ 30 കൊടുക്കണ്ട, 22% കൊടുത്താൽ മതി ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ്. ഇനി നോൺ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ഇൻകം കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകമോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരാം. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഏതാ, അതർ സോഴ്സിനകത്തുള്ള എന്താ പറയുക മറ്റെന്തെങ്കിലും ഇൻകം, ബാങ്ക് ഇൻട്രസ്റ്റ് പോലുള്ള എന്തെങ്കിലും ഇൻകം ഇൻസിഡന്റൽ ആയിട്ട് ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ മാനുഫാക്ചറിംഗ് ബിസിനസ് അല്ലാതെ മറ്റ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ടാക്സബിൾ അറ്റ് 22%. ബട്ട് ഹിയർ യു ഹാവ് ടു റിമെമ്പർ എ very important point. The most important point in this regard is, while you are computing the income from non-manufacturing activity, for example house property or similar item, no deductions or allowance would be allowed. No deduction or allowance in this regard would be allowed. For example, നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി അല്ലാതെ ഈ കമ്പനിക്ക് ഉണ്ടായ ഒരു ഇൻകം, ഫോർ എക്സാമ്പിൾ പിന്നെ ഈ കമ്പനിക്ക് അവരുടെ ബിസിനസിന്റെ ഭാഗമായി കുറച്ച് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടി, അത് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യുവാണ്. ആ ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യാൻ അവർക്ക് കുറച്ച് എക്സ്പെൻസും ചിലവായി, ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കിട്ടി. സാധാരണ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം, നെറ്റ് ആനുവൽ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം, ഇൻട്രസ്റ്റ് കുറയ്ക്കാം, ബാക്കിക്ക് മാത്രം ടാക്സ് കൊടുത്താൽ. പക്ഷേ ഇവിടെ അതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നോൺ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നോ ഡിഡക്ഷൻസ്, അതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ഡിഡക്ഷൻസും തരത്തില്ല. നോ ഡിഡക്ഷൻസ് ഓർ നോ അലവൻസ്. ഈവൻ ആ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് പോലും തരികയില്ല. എക്സസ് പ്രോഫിറ്റ് ഏവോ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് 30% ആയിരിക്കും ടാക്സ് റേറ്റ്. സർചാർജ്, ഈ കമ്പനിയുടെ സർചാർജ് 10% ആയിരിക്കും. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ഇത്രയും ഇൻകത്തിന് ഈ പറഞ്ഞ റേറ്റുകളാണെങ്കിൽ ഇൻകം ടാക്സിന്റെ ചാപ്റ്റർ 12 സ്പെഷ്യൽ റേറ്റ് ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇത്രയും സെക്ഷൻസ് 111A, 112, 112A, 113, 115 BB, BBD, BBE, BBF, BBG, ഇത്രയും സെക്ഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻകത്തിന് ദോസ് ഷെഡ്യൂൾ റേറ്റ് വുഡ് അപ്ലൈ. സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു സംശയം വരും, സാറേ സാധാരണ ഒരു കമ്പനിയുടെ സർചാർജ് 7-12, പക്ഷെ ഇവരുടെ സർചാർജ് 10. സപ്പോസ് ഇവരുടെ ഈ ഇൻകത്തിനോടൊപ്പം 112 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അവർക്ക് ഉണ്ടായി, അത് 1 കോടിയുടെ മേളിൽ പോയി, അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 1 കോടിയുടെ മേളിൽ പോയി. പക്ഷേ ഇവർക്ക് ഉള്ള ഇൻകത്തിനകത്ത് ഈ പറയുന്ന 112 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ സർചാർജ് എങ്ങനെ അപ്ലൈ ചെയ്യും? അപ്പോൾ വളരെ സ്ട്രിക്റ്റ് സെൻസിൽ അനാലിസിസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 1 കോടി കൂടുകയും അതിനകത്ത് 111A, 112, 112A, 113 അമ്മാതിരി സെക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ സർചാർജ് 7% എടുത്താൽ മതി. ആ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 10 കോടി കഴിഞ്ഞു, ബാക്കിയുള്ള എല്ലാത്തിനും 15% ടാക്സും 10% സർചാർജും ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന ഷെഡ്യൂളർ റേറ്റ് വരുന്ന ഇൻകത്തിന് നമ്മൾ ഉറപ്പായിട്ട് അതിന്റെ ടാക്സ് എടുത്തിട്ട് സർചാർജ് 7 അല്ലെങ്കിൽ 12 അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇതിന് നോർമൽ പ്രൊവിഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും സെക്ഷൻസിന് നോർമൽ പ്രൊവിഷൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സെക്ഷൻസിന് നോർമൽ പ്രൊവിഷൻ ആണ്. ഓൾറെഡി നോട്ട് അഫക്റ്റഡ് മീൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻകം ടാക്സിലെ റേറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, കൺസെഷൻ റേറ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സർചാർജ് നമ്മുടെ നോർമൽ 7-12 എടുക്കേണ്ടി വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ BABയിൽ വരുന്ന ഒരു കമ്പനിക്ക് എല്ലായ്പ്പോഴും 10% സർചാർജ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 115 BABയിൽ പറയുന്ന ഇൻകത്തിന്റെ സർചാർജ് ആണ്, അതിന്റെ ആ ഇൻകത്തിന്റെ ടാക്സിന്റെ സർചാർജ് ആണ് 10. അപ്പോൾ അതിൽ വരാത്തതിന് നമ്മൾ നോർമൽ 7-12 എടുക്കേണ്ടി വരും. മറ്റൊരു സുപ്രധാന ഇൻസെന്റീവ് അവർ കൊടുത്തിരിക്കുന്നത് നോ നീഡ് ടു പേ മാറ്റ്. ഇവർ ഒരു കാരണവശാലും മാറ്റ് കൊടുക്കണ്ട. അപ്പോൾ 115 BABയിലെ കമ്പനികൾക്ക് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഇല്ല.
പിന്നെ പറഞ്ഞത് ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷേ ഫസ്റ്റ് ഇയർ തന്നെ ഓപ്റ്റ് ചെയ്യണം. ഓപ്ഷൻ ഫസ്റ്റ് ഇയർ ആണ്. വൺസ് ദ ഫസ്റ്റ് ഇയർ ഈസ് ഗോൺ, ഇനി ഒരിക്കലും ഈ സെക്ഷന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ സെറ്റപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ഫസ്റ്റ് ഇയർ, മാനുഫാക്ചറിങ് ആക്ടിവിറ്റി തുടങ്ങുന്ന ഫസ്റ്റ് ഇയർ, അപ്പോൾ തന്നെ ഓപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ ഓപ്ഷൻ ആണ് ഈ സെക്ഷൻ, ഫസ്റ്റ് ഇയർ ഓപ്ഷൻ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ദിസ് ഓപ്ഷൻ ഈസ് ഗോൺ. ബട്ട് അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് ഇയർ ഈ സെക്ഷൻ നഷ്ടപ്പെട്ടു. അന്നേരം അടുത്ത് കുറച്ചുകൂടെ ആശ്വാസം, ഇത്രയും ആശ്വാസം ഇല്ലെങ്കിലും നോർമൽ ടാക്സ് റേറ്റിനേക്കാൾ ഇച്ചിരി ആശ്വാസമുള്ള 115BAA എന്നുള്ള സെക്ഷനിലേക്ക് പിന്നെ പോകാൻ പറ്റും. പക്ഷേ 115BAB എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ ഓപ്റ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, സബ്സിക്വൻ്റ് ആയിട്ട് എപ്പോഴെങ്കിലും 115BAയുടെ കണ്ടീഷൻ നിങ്ങൾ വയലേറ്റ് ചെയ്താൽ, അങ്ങനെ വയലേറ്റ് ചെയ്യുന്ന വർഷം, ആ വർഷം മുതൽ നിങ്ങളെ നോർമൽ അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും നോർമൽ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ടാക്സ് റേറ്റ് എങ്ങനെയാണോ ആ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുകയും എന്ന് പറയുമ്പോൾ ആ വർഷം മുതൽ നിങ്ങൾക്ക് മാറ്റും വരും. ഈ പറഞ്ഞ 15 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 25 30 ഏതാണെന്ന് വെച്ചാൽ നോർമൽ റേറ്റ് എടുക്കേണ്ടി വരും. അതനുസരിച്ച് പോകും. അല്ലെങ്കിൽ പിന്നെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുമ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ 115BAA വയലേഷൻ അല്ല, BABയുടെ മാത്രം വയലേഷൻ ആണെന്ന് കണ്ടാൽ വേണമെങ്കിൽ BAA ഓപ്റ്റ് ചെയ്ത് 22 എന്നുള്ള റേറ്റിലേക്ക് വേണമെങ്കിൽ കയറി പോകാൻ പറ്റും. പക്ഷെ എന്തായാലും ഈ പറയുന്ന സെക്ഷനിലെ 15% എന്നുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓപ്റ്റ് ഔട്ട് എന്നല്ല, അസസിംഗ് ഓഫീസർ നിങ്ങളെ വിൽ ബി അസസ്ഡ്, ദിസ് കമ്പനി വുഡ് ബി അസസ്ഡ് ആസ് എ നോർമൽ കമ്പനി ആൻഡ് വിച്ച് ഹാസ് നോട്ട് ബീൻ എക്സസൈസ് ദ ഓപ്ഷൻ BAB എന്ന് ട്രീറ്റ് ചെയ്യും. ആ വർഷം മുതൽ, കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന വർഷം മുതൽ നോർമലായിട്ട് അസസ് ചെയ്യും. So this is the major provisions of section 115BAB. I think you got a very good idea. നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആക്ട് പ്രകാരം 115BABക്കകത്തുള്ള റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ സബ്സെക്ഷൻ വൈസും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സബ്സെക്ഷൻ വൈസ് അല്ല, ആ സെക്ഷനിൽ പറഞ്ഞിരുന്ന കണ്ടന്റ് മൊത്തം നമ്മൾ അനലൈസ് ചെയ്തു. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റൻ അപ്ലൈ ചെയ്യും. അറ്റ് ദാറ്റ് ടൈം യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ, ഐ തിങ്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് 115BAB. സ്റ്റുഡൻറ്റ്, സെക്ഷൻ 115BAA നമ്മൾ പോവാണ്. നമ്മൾ BAB നമ്മൾ നോക്കി ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 115BAB എന്ന് പറയുന്ന സെക്ഷൻ മെയിനായിട്ട് പുതുതായിട്ട് തുടങ്ങുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിക്കാണ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിക്കാണ്. അപ്പോൾ വാട്ട് ഈസ് സെക്ഷൻ BAA? 115BAA എന്ന് പറയുന്ന സെക്ഷൻ, ഇറ്റ് ഈസ് ആക്ച്വലി ഇൻസേർട്ടഡ് ത്രൂ ദി ഓർഡിനൻസ് that is to reduce the tax rate of an existing company or maybe a new company. So the ultimate idea of section 115BAA is to extend the lower rate of tax, that is 22% is the tax rate prescribed in this section. This 22% concession tax rate is given to an existing company. That's the idea of 115BAA. So number one, first, who is an eligible assessee for the purpose of section 115BAA? Any domestic company, okay? Since the word used is any domestic company, remember that domestic company may be manufacturing, may be a trading concern, or may be engaged in any other business. That doesn't matter. And it may be a listed company or unlisted company, private company, public company, doesn't matter. It must be a domestic company, that's all. So that is the first point we have to remember. It is only they are saying it must be a domestic company. There is no condition regarding manufacturing. It may be a manufacturing or it may be a trading concern or any other type of business is engaged, no issue. Only condition is it must be a domestic company, it must be an Indian company, domestic company. So the second condition, so remember it may be a new company or it may be an existing, okay? Already ഇപ്പോൾ exist ചെയ്യുന്ന കമ്പനി ആവാം അല്ലെങ്കിൽ ന്യൂ കമ്പനി ആവാം, ഏതായാലും പ്രശ്നമില്ല, both are eligible. Second, to opt the benefit of section 115BAA, there are numerous conditions. So what is the first condition? Condition number one is that the next condition is, while computing their total income similar to 115BAB, they should not consider certain provisions. That is section 10AA, special economics on claim ചെയ്യാൻ പാടില്ല. They should not claim section 10AA. They should not claim section 32 subsection 1 subclause 2A, that is additional depreciation. They should not claim section 33AB. They should not claim section 33ABA. They should not claim section 32AD, Andhra Pradesh, Bihar, West Bengal, Telangana, that special deduction. They should not claim section 35 subsection 1 subclause 2. They should not claim section 35 1 subclause 2A. They should not claim section 35 subsection 1 subclause 3. So if these deductions is claimed, it must be add back. And they should not claim section 35 subsection 2AA. They should not claim section 35 subsection 2AB. And they should not claim section 35AD. They should not claim section 35CCC. They should not claim section 35CCD. They should not claim chapter 6A, heading C, except 80JJAA. അപ്പോൾ
എ ഡൊമസ്റ്റിക് കമ്പനി ആയിരിക്കണം, ഇറ്റ് മേ ബി ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഓർ ഇറ്റ് മേ ബി എ ന്യൂ കമ്പനി, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അത് എക്സിസ്റ്റിംഗ് കമ്പനി ആയാലും ന്യൂ കമ്പനി ആയാലും പ്രശ്നമില്ല. ആൻഡ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദീസ് കമ്പനി മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് വിത്തൗട്ട് ഗിവിംഗ് എഫക്ട് ഓഫ് ദീസ് പ്രൊവിഷൻസ്. ഇത്രയും സെക്ഷൻസ് പരിഗണിക്കാതെ വേണം നമ്മൾ അവരുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, സി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 10AA മുതൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിനകത്ത് ഈ 35 ഒരു കാര്യം, ഈ 32 അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ലെന്നാണ്. ആൻഡ് നോർമൽ ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. നോർമൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം, അഡീഷണൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പാടില്ല, കുറയ്ക്കാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്ത് അത് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ, നമ്മുടെ സയന്റിഫിക് റിസർച്ചിന്റെ സെക്ഷൻസ് അവർ റെഫർ ചെയ്യുന്നതിനകത്ത് 35(1) ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച 115 BAB സെക്ഷൻ ആയാലും ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ 115 BAA സെക്ഷൻ ആയാലും കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡൊണേഷൻ ഗിവൺ ആണ്, ഡൊണേഷൻ ഗിവൺ ടു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 35(1)(2)A എന്ന് പറയുന്നതും അതും ഡൊണേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് ഡൊണേഷൻ കൊടുക്കുന്ന ആ ഡൊണേഷൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിലൊന്ന് ഇന്ത്യൻ കമ്പനി മെയിൻ ഒബ്ജക്ട് സയന്റിഫിക് റിസർച്ച്, ആ ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുന്ന ഡൊണേഷൻ ആണ്. രണ്ടാമത്തത് റിസർച്ച് അസോസിയേഷൻ എൻഗേജ്ഡ് ഇൻ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണ്. മറ്റൊന്ന് യൂണിവേഴ്സിറ്റികൾക്ക്. എന്നാലും ഡൊണേഷൻ ആണ് ഈ 35(1)(2)ഉം 35(1)(2)യും 35(1)(3)യും പറയുന്ന ഡൊണേഷൻ ആണ്. ആക്ച്വലി 35(2AA) വരുമ്പം നാഷണൽ ലബോറട്ടറി IIT കൊടുക്കുന്ന ഡൊണേഷൻ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡൊണേഷൻസ് ഒന്നും തന്നെ കിട്ടത്തില്ല. ഇനി അത് കഴിഞ്ഞാലോ 35(2)AB അവർ പറയുന്നത്, സാധാരണഗതിയിൽ 35(2AB) എന്തുവാ? 35(2AB) പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി, മെയിൻ ഒബ്ജക്റ്റീവ് സയന്റിഫിക് മാനുഫാക്ചറിംഗ് ആണ്. മാനുഫാക്ചറിംഗ് ഒരു ഇന്ത്യൻ കമ്പനി ഇൻഹൗസ് സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചറിനകത്തുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും, ബിൽഡിംഗ് ഒഴികെ, ലാൻഡിന് കിട്ടത്തില്ല, ബിൽഡിംഗ് ഒഴികെ ബാക്കി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിനും 150% വെയിറ്റഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞ സെക്ഷനാണ് 35(2AB). നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് PGP ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ 150% വെയിറ്റഡ് ഡിഡക്ഷൻ ആണ് 35(2AB). ആ 35(2AB) തരൂലെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ 35 സബ്സെക്ഷൻ 1 പറ്റിയോ 35(1)(1) പറ്റിയോ 35(1)(4) പറ്റിയോ പറഞ്ഞിട്ടില്ല. ആക്ച്വലി സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 1 സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 4 നമുക്ക് 100% നോർമൽ റിസർച്ച് ഡിഡക്ഷൻ കിട്ടും. അത് ഇവിടെ തരൂല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 100% റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ചും 100% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച് ഇത് ക്ലെയിം ചെയ്യുന്നതിന് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 115 BAB സെക്ഷൻ ആയാലും 115 BAA സെക്ഷൻ ആയാലും ഈ പറയുന്ന റിസർച്ച് എക്സ്പെൻഡിച്ചർ നമുക്ക് ക്ലെയിം ചെയ്യാം, 100% ക്ലെയിം ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ 150% 150% വെയിറ്റഡ് ഡിഡക്ഷൻ ഫോർ എ കമ്പനി എൻഗേജ് ഇൻ മാനുഫാക്ചറിംഗ്, അതാണ് 35(2AB). അത് കിട്ടൂലെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഇവിടെ ബാക്കിയെല്ലാം ഡൊണേഷൻസ് ആണ്. ഡൊണേഷൻസ് ഒരു കാരണവശാലും കിട്ടത്തില്ല, ഒരു ഡൊണേഷനും കിട്ടത്തില്ല, ഒരു ഡൊണേഷൻസും എലിജിബിൾ അല്ല. പക്ഷെ ഇവിടെ ഇവർ പറയുന്ന 150% റിസർച്ച് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ റിമെമ്പർ 100% റിസർച്ച് എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. കാരണം അത് പറയുന്നത് 35(2AB)ലല്ല. അല്ലെങ്കിൽ ആ ഡിഡക്ഷൻ തരാമെന്ന് പറയുന്ന 35 സബ്സെക്ഷൻ 1 പറ്റിയോ സെക്ഷൻ 35(1) സബ്ക്ലോസ് 1 ആണ്. 35(1)(1) പറ്റിയോ 35(1)(4) പറ്റിയോ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 1 പറ്റിയും സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 4 പറ്റി ഇവിടെ പറയാത്തത് കൊണ്ട് ഇതിൽ കവർ ചെയ്യുന്ന ഈ റിസർച്ചിന്റെ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10AA ഒന്നും പറയാനില്ല, സ്പെഷ്യൽ എക്കണോമിക്സ് ആണ്. 32 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് 2A അഡീഷണൽ ഡിപ്രീസിയേഷൻ പറ്റത്തില്ല. 33AB ടീ കോഫി റബ്ബർ ഡെവലപ്മെന്റ് അക്കൗണ്ട് 40% കിട്ടത്തില്ല ഡിഡക്ഷൻ. ABA സൈറ്റ് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. 32AD 15% അഡീഷണൽ ഡിഡക്ഷൻ കിട്ടുന്ന അത് കിട്ടത്തില്ല. ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാനയിൽ നമ്മൾ എലിജിബിൾ പ്ലാന്റ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പെർസെൻറ്റേജ് കിട്ടത്തില്ല. ഡൊണേഷൻസ് ഫോർ സയന്റിഫിക് റിസർച്ച് ഒന്നും കിട്ടത്തില്ല. അത് 100, 150 ഏതായാലും കിട്ടത്തില്ല. ഇനി 150% വെയിറ്റ് റിഡക്ഷൻ ഫോർ സയന്റിഫിക് റിസർച്ച് കിട്ടത്തില്ല. 35AD 14 സ്പെസിഫൈഡ് ബിസിനസ് കിട്ടത്തില്ല, എടുക്കാൻ പാടില്ല. നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. 35 CCC നോട്ടിഫൈഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന്റെ 150% കിട്ടത്തില്ല. CCD സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കിട്ടത്തില്ല. ചാപ്റ്റർ 6 ഹെഡിങ് സി എക്സെപ്റ്റ് 80JJW അഡീഷണൽ എംപ്ലോയി കോസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം, അത് പ്രശ്നമല്ല. അതല്ലാതെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 80IA 80IAB 80IBA 80IAC 80IB 80IC 80ID 80IE 80LA 80JJA ഇത്രയും കിട്ടത്തില്ല. ബട്ട് 80JJW നമുക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. ഇനി അടുത്തവർ പറയുന്നത് വിത്തൗട്ട് ക്ലെയിമിംഗ് ദീസ് ഇൻസെന്റീവ്സ് ഓർ ഡിഡക്ഷൻസ് യു ഹാവ് ടു കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം. ആൻഡ് ദ നെക്സ്റ്റ് കണ്ടീഷൻ വാട്ട് ദേ ആർ സെയിങ് ഈസ് if there is any brought forward loss or brought forward unabsorbed depreciation because of brought forward loss or brought forward unabsorbed depreciation because of any one of the above provisions. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന
ഇത്രയും സെക്ഷൻസ് ക്ലെയിം ചെയ്തത് കൊണ്ട് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ നമ്മളിപ്പോൾ ഏത് വർഷമാണ് 115BAA ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം 115BAA എന്നുള്ള സെക്ഷൻ എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു തവണ ഓപ്റ്റ് ചെയ്താൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം, നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഓപ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈ കൊല്ലം ഓപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അടുത്ത കൊല്ലം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു അസസി 115BAA ഓപ്റ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ അസസ്മെന്റ് ഇയറിൽ അയാളുടെ കയ്യിൽ മുകളിൽ പറയുന്ന ഇത്രയും ഈ പ്രൊഹിബിറ്റ് ചെയ്ത ഇത്രയും സെക്ഷൻസിൽ നിന്നുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്തത് കാരണം നമ്മുടെ കയ്യിൽ ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ടായി. ബ്രോഡ് ഫോർവേഡ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഇരിപ്പുണ്ട്. ആ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തത് കൊണ്ടുണ്ടായ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആണ്. കാരണം നോർമൽ ഡിപ്രീസിയേഷൻ ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പ്രൊഹിബിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇതിലേതെങ്കിലും ഒരു സെക്ഷൻസ് മുൻപുള്ള വർഷങ്ങളിൽ ക്ലെയിം ചെയ്തത് കാരണം ഉണ്ടായ ലോസ് ഇപ്പൊ ബ്രോഡ് ഫോർവേഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് ലാപ്സ് ആവും, അത് കളയണം. ആ ബ്രോഡ് ഫോർവേഡ് ലോസും ബ്രോഡ് ഫോർവേഡ് അൺഅബ്സോർബ്ഡ് അഡീഷണൽ ഡിപ്രീസിയേഷനും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ വേണ്ടാന്ന് വെക്കണം. അപ്പോൾ ഒരു ബെസ്റ്റ് ടാക്സ് പ്ലാനിങ് ചാടിക്കേറി 115BAA ഒരു സെക്ഷൻ എന്നുള്ള സെക്ഷൻ ഒരു കമ്പനി ഓപ്റ്റ് ചെയ്യരുത്. കാരണം ഒരു കമ്പനി 115BAA ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കണം. കാരണം ഒന്ന്, ഇനി മുതൽ അങ്ങോട്ട് 115BAA ഓപ്റ്റ് ചെയ്താൽ അതൊരു ഓൺ ടൈം ഓപ്ഷനാണ്. ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു വരവില്ല. അറ്റ് ദ സെയിം ടൈം ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഡെഫർ ചെയ്യാം. ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാതിരുന്നാൽ അടുത്ത വർഷം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ബ്രോഡ് ഫോർവേഡ് ലോസുകൾ, ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻസ് കാരണമുള്ള ബ്രോഡ് ഫോർവേഡ് ലോസുകളും ബ്രോഡ് ഫോർവേഡ് അഡീഷണൽ ഡിപ്രീസിയേഷനും ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് ബെറ്റർ തിങ് അവർ 115BAA എന്നുള്ള സെക്ഷൻ ഇപ്പൊ കയറി ഓപ്റ്റ് ചെയ്യരുത്. അത്രയും ബ്രോഡ് ഫോർവേഡ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എല്ലാം ഉപയോഗിച്ച് തീർത്തിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ നിങ്ങൾ 115BAA ഓപ്റ്റ് ചെയ്യുക. അതാണ് ബെറ്റർ ചോയ്സ്. അതാണ്. മാത്രമല്ല ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത്രയും ഇൻസെന്റീവ്സ് എടുക്കുന്നതാണ് ലാഭം എന്ന് കണ്ടു കഴിഞ്ഞാൽ 22% ടാക്സ് കൊടുത്താൽ മതി, സമ്മതിച്ചു. പക്ഷേ ഈ 22% ടാക്സിന് പകരം 25% ടാക്സ് കൊടുക്കാം. ഈ പറഞ്ഞ ഇത്ര ഇൻസെന്റീവ്സും കിട്ടാമെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്ത് നോക്കണം. അല്ലാതെ 22% ടാക്സ് ആണ്, മാറ്റ് കൊടുക്കണ്ട എന്നും പറഞ്ഞ് ചാടിക്കേറി 115BAA ഓപ്റ്റ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ ചെയ്തു നോക്കേണ്ടി വരും. ഒരു ടാക്സ് പ്ലാനിംഗ് ആണ്. അവരവരുടെ ഓപ്ഷൻ ചെയ്തു നോക്കണം. മാത്തമെറ്റിക്കലി മാത്രമല്ല, അല്ലാതെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഇൻസെന്റീവും ബാക്കി പ്രൊവിഷൻസും മാത്രമല്ല നോക്കേണ്ട, കൺവീനിയൻസും ഇതെല്ലാം കൂടെയൊക്കെ നോക്കിയിട്ട് വേണം അവരത് ചൂസ് ചെയ്യാൻ. സോ ബെറ്റർ ഏത് വർഷം ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് നോക്കുക. എസ്പെഷ്യലി ഇത്രയും സെക്ഷൻസ് കാരണം ഒരുപാട് ബ്രോഡ് ഫോർവേഡ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും ഉണ്ടെങ്കിൽ, അൺഅബ്സോർബ്ഡ് അഡീഷണൽ ഡിപ്രീസിയേഷനും ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അങ്ങനെ അധികമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ചൂസ് ചെയ്യാം, ബെറ്റർ തന്നെയാണ്. കാരണം മാറ്റ് ഇല്ലല്ലോ, മാറ്റ് പേ ചെയ്യേണ്ട, ഇവർക്ക് മാറ്റ് പേ ചെയ്യേണ്ട. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, 115BAA സെക്ഷൻ ഓപ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു എക്സിസ്റ്റിംഗ് കമ്പനിക്ക് പറ്റുമല്ലോ. ന്യൂ കമ്പനീനെ ആവണമെന്ന് നിർബന്ധമില്ല, മാനുഫാക്ചറിങ് ആവണമെന്നില്ല. അപ്പം നല്ലൊരു ശതമാനം കമ്പനികളും ഈ സെക്ഷന്റെ പരിധിയിൽ വരികയാണ്. അപ്പം അങ്ങനെ അവർ ഇത് ക്ലെയിം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നമ്മളെ സംബന്ധിച്ച് 115JAA എന്നുള്ള സെക്ഷനിൽ അൺഅബ്സോർബ്ഡ് മാറ്റ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ അൺഅബ്സോർബ്ഡ് നമ്മുടെ മാറ്റ് ക്രെഡിറ്റ് നമുക്ക് 15 ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ 15 ഇയേഴ്സിനകത്ത് സെറ്റ് ഓഫ് ചെയ്യാന്നാണ് പ്രൊവിഷൻ. പക്ഷേ 115BAA ഓപ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് മാറ്റ് ആപ്ലിക്കബിൾ അല്ല. മാത്രവുമല്ല അവർ വ്യക്തമായി CBDT ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് സർക്കുലർ വഴി. അതായത് അൺയൂട്ടിലൈസ്ഡ് മാറ്റ് ക്രെഡിറ്റ് 115BAA ഓപ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ അൺയൂട്ടിലൈസ്ഡ് മാറ്റ് ക്രെഡിറ്റ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലാപ്സ് ആവും എന്ന് പറയുന്നുണ്ട് 115BAA ഓപ്റ്റ് ചെയ്താൽ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അവിടെ ആലോചിക്കുക. ഒരുപാട് മാറ്റ് ക്രെഡിറ്റ് ഉള്ള ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ 115JAA മാറ്റ് ക്രെഡിറ്റ് ഒത്തിരി ഉള്ള കമ്പനിയാണ്, അവർ ഈ കൊല്ലം കയറി 115BAA ഓപ്റ്റ് ചെയ്താലേ അവർക്ക് ആ മാറ്റ് ക്രെഡിറ്റ് നഷ്ടപ്പെടും. അപ്പൊ ബെറ്റർ തിങ് എന്താ, ആ മാറ്റ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് വരെ നമ്മുടെ ഓൾഡ് നോർമൽ പ്രൊവിഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ 115BAA ഓപ്റ്റ് ചെയ്യുക. കാരണം 115BAA ഫസ്റ്റ് ഇയർ തന്നെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം ഇത് എക്സിസ്റ്റിംഗ് കമ്പനികൾക്ക് ബാധകമാണല്ലോ. അപ്പോൾ എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം, അവർ ഈ കൊല്ലം തന്നെ ഓപ്റ്റ് ചെയ്യണമെന്നും ഗവൺമെന്റ് പറയുന്നില്ല. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്താൽ ആ ഓപ്റ്റ് ചെയ്യുന്ന വർഷം മുതൽ പിന്നെ അങ്ങോട്ട് 115BAA ഈ പറഞ്ഞ ഇത്രയും ബെനിഫിറ്റുകൾ പിന്നെ കിട്ടത്തില്ല. ഈ ഇത്രയും പറഞ്ഞ സെക്ഷൻസ് കാരണമുള്ള ബ്രോഡ് ഫോർവേഡ് ലോസും ഇത്രയും സെക്ഷൻസിലുള്ള അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊണ്ടുള്ള അൺഅബ്സോർബ്ഡ് അഡീഷണൽ ഡിപ്രീസിയേഷനും ബ്രോഡ് ഫോർവേഡും കയ്യിലുണ്ടെങ്കിൽ അത് ലാപ്സ് ആവുമെന്നാണ് പറയുന്നത്. അത് പിന്നെ തരത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അല്ലാത്ത ലോസ് ഉണ്ടാവുമല്ലോ, നോർമൽ ബിസിനസ് ലോസ്, അത് സെറ്റ് ഓഫ് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവർ പറയുന്നത് ഈ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഇത്രയും സെക്ഷൻസ് കാരണം നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോസ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് നിങ്ങൾ കളയേണ്ടി വരും 115BAA ഓപ്റ്റ് ചെയ്താൽ. ഓക്കെ, അപ്പം 115BAA ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം, നിങ്ങൾ നോർമൽ പ്രൊവിഷനാണ്. അപ്പം ഈ സെക്ഷൻ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ BAB പോലെ അല്ല. BABയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നിങ്ങൾ ഈ വർഷം സെറ്റപ്പ് ആൻഡ് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ്, നിങ്ങൾ മാനുഫാക്ചറിങ് ആയിരിക്കണം. ഈ കൊല്ലം തന്നെ ഓപ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ഓപ്റ്റ് ചെയ്യണം. കമ്പനി മാനുഫാക്ചറിങ് തുടങ്ങുന്ന അല്ലെങ്കിൽ സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ആക്ടിവിറ്റി തുടങ്ങുന്ന ഫസ്റ്റ് അസസ്മെന്റ് ഇയർ ഓപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞൊരു ചോയ്സ് അവർക്കില്ല.
പക്ഷേ ഇവിടെ സംബന്ധിച്ച് 115BAA സംബന്ധിച്ച് അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം. അസസ്മെന്റ് ഇയർ 2021 ഓർ എനി സബ്സിക്വന്റ് അസസ്മെന്റ് ഇയറിലോ ഓപ്റ്റ് ചെയ്യാം. ബട്ട് ഓൺസ് യു ഓപ്റ്റഡ് there will be no coming back. തിരിച്ചു വരവ് ഉണ്ടാവില്ല. പിന്നെ അതിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ഇത് നാലാമത്തെ ടാക്സ് റേറ്റ് ആണ്. ഇഫ് എ കമ്പനി ഓപ്റ്റഡ് ഫോർ സെക്ഷൻ 115BAA, its tax rate will be 22%. And surcharge irrespective of the income limit, surcharge would be 10% and probably 4% health and education cess. അപ്പോൾ നമ്മുടെ മറ്റേ സെക്ഷനിൽ നമുക്ക് 15%ഉം 10%ഉം 4ഉം ആണ് എഫക്റ്റീവ് റേറ്റ്. ഇവിടെ എഫക്റ്റീവ് റേറ്റ് 22ഉം 10ഉം 4ഉം ആണ്. 22% ആണ് ഇവിടുത്തെ ടാക്സ്. ഈ കമ്പനിയുടെ അടുത്ത പ്രത്യേകത നോ മാറ്റ്. ഇവർക്ക് 115BAA ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റ് പേ ചെയ്യേണ്ട. മാറ്റ് ഈസ് നോട്ട് പേയബിൾ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ 115BABയിൽ പറഞ്ഞൊരു പോയിന്റ് ഇവിടെയും പറയേണ്ടി വരും. അതായത് ഇപ്പോൾ അമാൽഗമേഷൻ വഴിയോ ഡീമർജർ വഴിയോ അല്ലെങ്കിൽ കൺവേർഷൻ വഴിയോ അങ്ങനെയൊക്കെ ഈ കമ്പനിയുടെ കയ്യിൽ വന്നു ചേർന്ന ഒരു ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു ചേർന്ന ഒരു ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 72A അനുസരിച്ച് ബ്രോഡ് ഫോർവേഡ് ചെയ്യാമല്ലോ. പ്രെഡിസിസർ ക്രിയേറ്റ് ചെയ്യുന്ന ലോസ് സക്സസർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ലോസിനകത്തും ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻസ് കൊണ്ട് ക്ലെയിം ചെയ്ത ലോസ് ആണെങ്കിൽ അതും നഷ്ടപ്പെടും. അപ്പോൾ BABയുടെ സെയിം പോയിന്റ് തന്നെയാണ് ആ കാര്യത്തിലും ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ലോസ് 72A സെക്ഷൻ അനുസരിച്ച് ടാക്സ് പ്ലാനിങ്ങിൽ വരുന്ന ബ്രോഡ് ഫോർവേഡ് ലോസോ അൺഅബ്സോർഡ് അഡീഷണൽ ഡിപ്രീസിയേഷനോ റിലേറ്റഡ് ടു ദീസ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ലാപ്സ്. അത് പിന്നെ ഒരിക്കലും കിട്ടത്തില്ല. അത് നമ്മൾ കളയേണ്ടി വരും. ഈ സെക്ഷനിലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോൾ ഓപ്റ്റ് ചെയ്യാം. ദിസ് സെക്ഷൻ ഈസ് ആക്ച്വലി an optional section similar to BAB, but there is a very big difference. In BAB, if you are a new manufacturing company, you must opt for the first year before the due date for filing the first return. But here it's not like that. In assessment year 2021, that is previous year 1920 or thereafter. അപ്പോൾ എപ്പോൾ വേണോ ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാം. ബട്ട് once opted you must be continued. Once opted you must be continued. Once opted, continue to govern by in that section. You cannot come back. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മാറ്റ് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. ടാക്സ് റേറ്റ് 22% ആണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 112A 111A 112 113 115BB എന്നുള്ള സെക്ഷനിലോ 115BBD 115BBE 115BBF 115BBG. അപ്പോൾ 112A 111A 112 113 115BB 115BBD BBE BBF BBG ഇത്രയും സെക്ഷൻസിൽ പറയുന്ന ഷെഡ്യൂളർ റേറ്റ് ഉണ്ട്, ഫ്ലാറ്റ് റേറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് ഫ്ലാറ്റ് റേറ്റ്സ് കണ്ടിന്യൂ ടു അപ്ലൈ. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പുതിയ റേറ്റ് 22 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 112A ലോങ് ടൈം ക്യാപിറ്റലിന് നമുക്ക് 10% റേറ്റ് വരാറുണ്ട്. 111A 15 112 10% വരാം, 20 വരാം. 113 60% ബ്ലോക്ക് അസസ്മെന്റ്. 115BBക്കകത്ത് വരുന്നത് ദാറ്റ് ഈസ് ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് തുടങ്ങിയ ഇൻകം 30% ആണ്. BBDയിൽ 15% BBയിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം 60% ആണ്. BBF 10% റോയൽറ്റിയാണ്. BBG കാർബൺ ക്രെഡിറ്റ് 10% അപ്പോൾ ആ പറയുന്ന ഷെഡ്യൂൾ റേറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിന് പുറത്ത് നമുക്ക് 115BAയിൽ 22% അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. ഇത്രയുമാണ് പ്രധാനമായി 115BAA സെക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 115BAA സെക്ഷൻ്റെ പർട്ടിക്കുലർ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 35 സയന്റിഫിക് റിസർച്ചിലെ എല്ലാ ഡിഡക്ഷൻസും തരൂല എന്നല്ല അവർ പറയുന്നത്. അത് BAB ആയാലും BAA ആയാലും കോമൺ ആണ്. അവർ പറഞ്ഞ ഡൊണേഷൻസ് ഒന്നും പറ്റത്തില്ല. വെയിറ്റ് ഡിഡക്ഷൻ 35 കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു ഇംപ്ലൈഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ആക്ടിൽ പറഞ്ഞിട്ടില്ലാത്തൊരു സെക്ഷൻ ഉണ്ട്. അത് 35(1)1 35(1)4 ആണ്. അവിടെ പറയുന്നത് നോർമൽ ഇൻഹൗസ് സയന്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചറിന്റെ 100% അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സുപ്രധാന കാര്യം 35AD ആണ്. ഈ 35AD എന്ന് പറയുന്ന സെക്ഷൻ ആക്ച്വലി സ്പെസിഫൈഡ് ബിസിനസിന്റെ ഡിഡക്ഷൻ ആണ്. 14 സ്പെസിഫൈഡ് ബിസിനസിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ റിഡക്ഷൻ തരുന്ന സെക്ഷനാണ് 35AD. ആക്ച്വലി ഈ 35AD എന്ന് പറയുന്ന ആ സെക്ഷൻ ഉണ്ടല്ലോ 35AD, അതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണല്ലോ ക്ലെയിം ചെയ്യുന്നത്. പ്ലാന്റ്, മെഷീനറി, പിന്നെ എന്താണ് ബിൽഡിംഗ്, അങ്ങനത്തെ അസറ്റ്സുകളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത്. ആ ഡിഡക്ഷൻ തരൂലെന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 35AD ക്ലെയിം ചെയ്യാതെ ഇപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ടാക്സ് പ്ലാനിങ്ങിന്റെ ആംഗിൾ ഞാൻ പറയുവാണ്. 35AD നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. 35AD വേണ്ടാന്ന് വെച്ചു. 35AD വേണ്ടാന്ന് വെച്ചിട്ട് ഈ അസറ്റിനെ നേരെ കൊണ്ടുവന്ന് 32ൽ കൊണ്ടുപോയിട്ട് നോർമൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്താൽ അത് തെറ്റെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം 35AD തരൂല എന്നല്ലേ ഉള്ളൂ. ഞാൻ 35AD ക്ലെയിം ചെയ്യുന്നില്ല. ഞാൻ 32 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2 നോർമൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാണ്. അപ്പോൾ അതൊരു ടാക്സ് പ്ലാനിങ് പോസിബിൾ ആണ് 35ADയിൽ.
മേ ബി ലിറ്റിഗേഷൻ വരാം, ബട്ട് ദാറ്റ് ഇസ് എ ടാക്സ് പ്ലാനിങ് ഇസ് പോസിബിൾ ബിക്കോസ് ആക്ട് സൈസ് 35AD നോട്ട് അവൈലബിൾ. ഓക്കെ, വി ആർ നോട്ട് ക്ലെയിമിംഗ് 35AD, വി ആർ ക്ലെയിമിംഗ് നോർമൽ ഡിപ്രീസിയേഷൻ ഫോർ ദോസ് അസറ്റ്സ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ റിസർച്ചിനകത്ത് ടാക്സ് പ്ലാനിങ് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 115BAAക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 115BAAക്കകത്ത് വേറെ ഒന്നും പറയാനില്ല. മാറ്റ് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല. ടാക്സ് റേറ്റ് 22% ആണ്. അപ്പോൾ സുപ്രധാന വ്യത്യാസങ്ങൾ നമ്മുടെ ഇതിന് മുമ്പ് പഠിച്ച BABയും BAAയുമായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട വ്യത്യാസം, 115BAA മാനുഫാക്ചറിങ്, BABയിൽ മാനുഫാക്ചറിങ് എന്നൊരു സ്ട്രിക്റ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്, പുതിയ കമ്പനി ആയിരിക്കണം. ഇവിടെ അത് രണ്ടുമില്ല. പുതിയ കമ്പനി ആവണമെന്നില്ല, എക്സിസ്റ്റിംഗ് ആവാം. രണ്ട്, ഇവിടെ മാനുഫാക്ചറിങ് ആവണമെന്നില്ല. അതർവൈസ് രണ്ടിടത്തും ഡൊമസ്റ്റിക് ആണ്, ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഈ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, 115BABക്കകത്ത് അവർ പറയുന്നു മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്, റിസർച്ച്, ഡിസ്ട്രിബ്യൂഷൻ അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറൊരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എന്ത് ബിസിനസ് ആണോ ചെയ്യാം, ഇവിടെ ഇതല്ലാതെ വേറെ മാനുഫാക്ചറിംഗ് കണ്ടീഷൻ ഇവിടെ ഇല്ലല്ലോ. രണ്ടാമത് 115BABക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, അവിടെ 15% ടാക്സ് ചെയ്യാത്ത ഇൻകത്തിന് നോർമലി 22ലാണ് ടാക്സ് ചെയ്യുന്നത്. പക്ഷേ ആ 22 കഴിഞ്ഞൊരു 30% കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 115BAB എന്നുള്ള ആ പുതിയ സെക്ഷനിലെ ഒരു കമ്പനിയും ക്ലോസ്ലി കണക്റ്റഡ് പേഴ്സണും തമ്മിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് അതിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടുതൽ എക്സസീവ് പ്രോഫിറ്റ് അവിടെ അക്കൗണ്ട് ചെയ്തു എന്ന് കണ്ടാൽ, അസസിംഗ് ഓഫീസർക്കായി എക്സസീവ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് ഫ്ലാറ്റ് റേറ്റ് 30% ടാക്സ് ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ റീസണബിൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ 22 എന്നുള്ള ഒറ്റ റേറ്റേ ഉള്ളൂ. ഇനി അങ്ങനെ എക്സസീവ് പ്രോഫിറ്റ് വന്നാൽ പോലും 22 തന്നെയാണ്, ഒരിക്കലും 30ലേക്ക് പോകത്തില്ല. അതുപോലെ മറ്റൊരു കാര്യം, അപ്പുറത്തെ സെക്ഷനിൽ ഈ ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിനിന്റെ റേറ്റ് അവർ പറയുന്നുണ്ടായിരുന്നു, അത് 15 ആണ് ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഡിപ്രീഷ്യബിൾ അസറ്റ്. പക്ഷേ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് 22 പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാത്തിനും 22 തന്നെയാണ്. അപ്പോൾ അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള 1-2 ഡിഫറൻസുകളാണ് 115BABയിൽ നിന്നും BAAയിലുള്ളത്. അടുത്ത് നമ്മൾ 115BAയും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ആക്ച്വലി 115BAയുടെ പുതിയൊരു പരിഷ്കരിച്ച രൂപം തന്നെയാണ് 115BAA. അപ്പോൾ 115BA നമ്മൾ ഈ സെക്ഷൻ 115BAA ഈ വർഷം വന്നെങ്കിൽ 2 years ബാക്ക് വന്ന സെക്ഷനാണ് 115BA. അതും ഇതും മോറോലെസ് കണ്ടന്റ് സെയിം ആണ്. അപ്പോൾ അതുകൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പാരിസൺ നടത്താം. അപ്പോൾ BAB അല്ലെങ്കിൽ BAA ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കേണ്ട ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ BAB നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ പഠിച്ചായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ സെഷനിൽ. ഇപ്പം നമ്മൾ BAA നോക്കി. അപ്പോൾ ഇനി നമുക്ക് BAയും കൂടെ ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഡിഫറൻസും കൂടെ പഠിച്ചതിന് ശേഷം വി ക്യാൻ അപ്രോച്ച് സം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. BA അപ്ലൈ ചെയ്യുന്നത് BAA അപ്ലൈ ചെയ്യുന്നതും BAB അപ്ലൈ ചെയ്യുന്നതിനും 1-2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടെ ട്രൈ ചെയ്യാം. സോ ദാറ്റ് ഐ തിങ്ക് യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ 115BAA എന്നുള്ള സെക്ഷനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, അപ്പോൾ ഈ സീരീസിൽ നമുക്ക് അടുത്ത സെക്ഷൻ 115BA ആണ്. അപ്പോൾ ഈ 3 സെക്ഷനാണ് കമ്പനികളുടെ കൺസെഷണൽ ടാക്സ് റേറ്റിനെ പറ്റി പറഞ്ഞ സെക്ഷൻ. ഇതിൽ 115BA എന്ന് പറയുന്ന സെക്ഷൻ ആക്ച്വലി അസസ്മെന്റ് ഇയർ 2017-18 വന്ന സെക്ഷനാണ്. അസസ്മെന്റ് 2017-18 മുതൽ വന്ന സെക്ഷനാണ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ 2016-17 ആണ്. അപ്പോൾ ഈ സെക്ഷൻ ആക്ച്വലി 115BAB എന്ന് പറയുന്നത് നമ്മുടെ BAB എന്ന് പറയുന്ന സെക്ഷൻ ഇപ്പോൾ കറണ്ട് ഇയറിൽ കൊണ്ടുവന്നതുപോലെ 2016-17 പ്രീവിയസ് ഇയറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുതിയ മാനുഫാക്ചറിങ് കമ്പനിക്ക് അന്ന് അവർ കൊണ്ടുവന്ന സെക്ഷൻ ആയിരുന്നു 115BA. അപ്പോൾ 115BAയിൽ പറയുന്നതും സെയിം തന്നെയാണ്. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയാണ്, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് ആണ്, പിന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസർച്ച്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഡേറ്റ് 1/4/2016 എന്നുള്ള ഡേറ്റോ അതിനുശേഷമോ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആയിരിക്കണം. അവരുടെ ഫസ്റ്റ് ഇയറിലെ റിട്ടേൺ ഓഫ് ഇൻകത്തിനകത്ത് അവർ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണം. അവർ ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ആണ്. 10AA ക്ലെയിം ചെയ്യാൻ പാടില്ല, സെക്ഷൻ 32 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2A ക്ലെയിം ചെയ്യാൻ പാടില്ല, പിന്നെ സെക്ഷൻ 33AB ക്ലെയിം ചെയ്യാൻ പാടില്ല, 32AD ക്ലെയിം ചെയ്യാൻ പാടില്ല, പിന്നെ നമ്മുടെ 33ABA ക്ലെയിം ചെയ്യാൻ പാടില്ല, 35 ആ ഡൊണേഷൻസ് 35(1)(2) ക്ലെയിം ചെയ്യാൻ പാടില്ല, 35(1)(2)A ക്ലെയിം ചെയ്യാൻ പാടില്ല, 35(1)(3) ക്ലെയിം ചെയ്യാൻ പാടില്ല, 35(2)AA ക്ലെയിം ചെയ്യാൻ പാടില്ല, 35(2)AB പറ്റത്തില്ല, 35AD പറ്റത്തില്ല, പിന്നെ 35CC പറ്റത്തില്ല, 35CCD പറ്റത്തില്ല. പിന്നെ ചാപ്റ്റർ 6A ഹെഡിങ് സിക്കകത്ത് എക്സെപ്റ്റ് 80JJAA. ഇപ്പോൾ ചാപ്റ്റർ 6A ഹെഡിങ് സിയിൽ എക്സെപ്റ്റ് 80JJAA ബാക്കിയൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാതെ അവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചാൽ
ആ പർട്ടിക്കുലർ അസസ്മെന്റ് അവർ ഓപ്റ്റ് ചെയ്യുകയും വേണം. അതായത് അസസ്മെന്റ് 17-18 ആണ് ഫസ്റ്റ് ഇയർ എങ്കിൽ ആ ഇയർ ഓപ്റ്റ് ചെയ്യണം. അങ്ങനെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ പറഞ്ഞിരുന്ന ടാക്സ് റേറ്റ് 25% എന്നായിരുന്നു. പക്ഷെ അവർക്ക് മാറ്റിൽ നിന്ന് കൺസെഷൻ ഒന്നും ഇല്ലായിരുന്നു, അവർക്ക് മാറ്റ് പേയബിൾ ആണ്, ബട്ട് 25% ആയിരുന്നു അവരുടെ ടാക്സ് റേറ്റ്. അപ്പോൾ ഇതാണ് ശരിക്കും 115BA സെക്ഷൻ. അപ്പം ഈ 115BA സെക്ഷൻ 2016-17 പ്രീവിയസ് ഇയർ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കറണ്ട് ഇയർ വരുമ്പോൾ BAB വന്നു. BAB മോസ്റ്റ് അട്രാക്റ്റീവ് ആണ്. അപ്പോൾ BAB വന്നപ്പം 115BAക്ക് കറണ്ട് ഇയറിൽ ഇമ്പാക്ട് പോയി. പക്ഷേ സ്റ്റിൽ ദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ പോയിന്റാണ് ഞാൻ പറയാൻ വരുന്നത്. 115BA എന്ന് പറയുന്ന സെക്ഷൻ 2016-17 പ്രീവിയസ് ഇയർ മുതലാണ് എഫക്ട് വന്നത്. അപ്പോൾ 2016-17 തുടങ്ങിയ ഒരു പുതിയ കമ്പനിയോ, അല്ലെങ്കിൽ 17-18 തുടങ്ങിയ ഒരു പുതിയ കമ്പനിയോ, അല്ലെങ്കിൽ 18-19 ഫിനാൻഷ്യൽ ഇയറിൽ തുടങ്ങിയ ഒരു പുതിയ കമ്പനിയോ നോക്കണം. 16-17 മുതൽ ആ സെക്ഷൻ ഉണ്ട് BA. ഇപ്പോൾ 16-17 17-18 18-19 115BA പ്രകാരം ന്യൂലി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി ഈ പറഞ്ഞ സെക്ഷൻസ് ഒന്നും പരിഗണിക്കാതെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, എൻജോയ് ചെയ്താൽ 115BA സെക്ഷൻ അനുസരിച്ച് അവരുടെ ടാക്സ് റേറ്റ് 25% ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ 19-20 ഫിനാൻഷ്യൽ ഇയറിൽ പുതുതായിട്ട് മാനുഫാക്ചറിങ് തുടങ്ങുന്ന കമ്പനികൾക്ക് BAB സെക്ഷനും എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് BAAയും വന്നത്. അപ്പോൾ ഒരു ചോദ്യം വന്നു, ഓൾറെഡി 115BA അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺസ് ഇറ്റ് ഈസ് ഓപ്റ്റഡ് ഇറ്റ് ഈസ് പെർമനന്റ്, യു കനോട്ട് വിഡ്രോ. തിരിച്ചു പോകാൻ പറ്റത്തില്ല BA ഒരു തവണ ഓപ്റ്റ് ചെയ്താൽ, 25% എന്നുള്ള അന്നത്തെ റേറ്റ് ഓപ്റ്റ് ചെയ്താൽ. പക്ഷെ അന്ന് 115BA ഓപ്റ്റ് ചെയ്ത കമ്പനികൾ ഇപ്പോൾ ഈ 115 BAA സെക്ഷൻ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ശരിക്കും അത് ലോക്കായിട്ട് മാറി, പ്രശ്നമായി. അതുകൊണ്ട് 2019 അവർ ആ ഓർഡിനൻസ് ഇറക്കിയപ്പോൾ തന്നെ ആക്ട് അമെൻഡ് ചെയ്തു. 115BA അമെൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഓൾറെഡി 115BA ഓപ്റ്റ് ചെയ്ത് 25% ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് ദേ ഹാവ് ആൻ ഓപ്ഷൻ ടു സ്വിച്ച് ടു 115BAA. അപ്പോൾ ഓൾറെഡി 115BA സെക്ഷൻ പ്രകാരം 2016-17 17-18 18-19 പുതുതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് മാനുഫാക്ചറിംഗിൽ തുടങ്ങിയ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനി 115BA ഓപ്റ്റ് ചെയ്തു. അവർ ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻസിന്റെ ബെനിഫിറ്റ് എടുക്കാതെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് 25% ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ 19-20 പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 2021 മുതൽ ഓർഡിനൻസ് പ്രകാരം 115BAA എന്ന് പറഞ്ഞ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻ വന്ന് 22% ആണ്. അപ്പോൾ എന്തുകൊണ്ടും അവർ 25% അടയ്ക്കുന്നതിനേക്കാളും നല്ലത് 22% ഓപ്റ്റ് ചെയ്ത് മാറ്റും കൊടുക്കേണ്ട 22% ഓപ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് ബെറ്റർ. അപ്പോൾ അവർ ആക്ട് അമെൻഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ്ങിൽ പറഞ്ഞു, ഓൾറെഡി 115BA ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് 115BAA ജമ്പ് ചെയ്യാം, സ്വിച്ച് ചെയ്യാം, പ്രൊവൈഡഡ് ഓൾ ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ 115BAA മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 115BA സെക്ഷനിലും ഇതിന് മുമ്പുള്ള 2 സെക്ഷനിലും നമ്മൾ പറഞ്ഞതുപോലെ ഷെഡ്യൂളർ റേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ 111A 112 112A 113 ബ്ലോക്ക് അസസ്മെന്റ് 115 BBD, പിന്നെ BBE BBF BBG, ഓൾ ദോസ് സെക്ഷൻസ് ഫ്ലാറ്റ് റേറ്റ് സ്റ്റിൽ റിമൈൻസ് കണ്ടിന്യൂ. അതിന് മാറ്റമില്ല, അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല, അത് അവർക്കുണ്ട്. അപ്പോൾ 115BA എന്തുകൊണ്ട് BAAയിലേക്ക് സ്വിച്ച് ചെയ്തു ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം 115BAയിൽ കൊടുത്തിരുന്ന സെക്ഷൻ 25 ആയിരുന്നു, അന്ന് അത് കൺസെഷൻ ആയിരുന്നു. ബട്ട് ഇന്നിപ്പോൾ അതിനും അടിപൊളി കൺസെഷൻ ഉണ്ട് 22. അതെന്താ സാറേ 115BAക്കാർക്ക് BAB പറ്റാത്തത്? ഇല്ലല്ലോ. 115BAയുടെ സ്ട്രിക്റ്റ് കണ്ടീഷൻ എന്താണ്? കമ്പനി മസ്റ്റ് ബി സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഓൺ ഓർ ആഫ്റ്റർ 1 October 2019 എന്നല്ലേ. ഇപ്പോൾ 1 October 2019 മുൻപ് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിക്ക് ഒരു കാരണവശാലും ഇത് പറ്റത്തില്ലോ. ഇപ്പോൾ 1 October 2019 എന്നുള്ള ഡേറ്റിന് ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു പുതിയ കമ്പനിക്ക് മാത്രമേ നമ്മുടെ 115BAB പറ്റുള്ളൂ. അപ്പം 115BA ഓൾറെഡി ഓപ്റ്റ് ചെയ്ത ഒരു കമ്പനിക്ക് ഒരു കാരണവശാലും BABയിലേക്ക് പോകാൻ കഴിയില്ല, കാരണം അത് എക്സിസ്റ്റിംഗ് കമ്പനിയാണ്. BA തുടങ്ങിയപ്പം അത് പുതിയ കമ്പനിയായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മുടെ കറണ്ട് ഇയർ 19-20 വരുമ്പോൾ അത് എക്സിസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരിക്കലും BAB പോസിബിൾ അല്ല. പക്ഷേ BAA പറ്റും. അതെങ്ങനെ? ത്രൂ അമെൻമെന്റ് ആണ്. അമെൻമെന്റ് ചെയ്യാതിരുന്നെങ്കിൽ അത് പറ്റൂലായിരുന്നു. കാരണം BAB പോലുള്ള ഒരു സെക്ഷനാണ് BA എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ഒരു തവണ അത് ഓപ്റ്റ് ചെയ്താൽ അത് എപ്പോഴാണ് ഓപ്റ്റ് ചെയ്യേണ്ട? ഫസ്റ്റ് ഇയർ അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റൂലെന്നായിരുന്നു ആ സെക്ഷന്റെ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് അവർ അമെൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ 16-17 17-18 18-19 ഒരു കമ്പനി 115BA ഓപ്റ്റ് ചെയ്ത് പോയി. പക്ഷെ ഇപ്പൊ 19-20 ആയപ്പോൾ ഒരു അട്രാക്റ്റീവ് സെക്ഷൻ വന്നു. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ അടുത്ത് കാണിക്കുന്ന അനീതിയായിട്ട് മാറും. കാരണം അവർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻസെന്റീവ് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ആണ്. അതുകൊണ്ട് അവർ അമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു 115BA ഓൾറെഡി ഓപ്റ്റ് ചെയ്ത് നിൽക്കുന്ന കമ്പനികൾക്ക് നേരെ 115BAAയിലോട്ട് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നുമാണ് കൺസെഷൻ റേറ്റ്. അപ്പം അറ്റ് പ്രസന്റ് സത്യം പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 വരാം, പിന്നെ 25 വരാം,
പിന്നെ 22 വരാം, 15 വരാം. ഞാൻ സർചാർജ് ഇല്ലാതെ പറഞ്ഞത്. ഇപ്പോൾ സർചാർജ് വരുമ്പോൾ 15ന്റെ കൂടെ സർചാർജ് സെസ്സും കൂടെ വരുമ്പോൾ 17ന്റെ മുകളിൽ പോകും എഫക്റ്റീവ് റേറ്റ്. 22 എന്നുള്ളതും എഫക്റ്റീവ് റേറ്റ് 23 24 ഒക്കെ വരാം. അത് ഡിപ്പെൻസ് അപ്പം സർചാർജും സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർചാർജും സെസ്സും കൂടെ ആഡ് ചെയ്യണം. 15ന്റെ പുറത്ത് സർചാർജ് 10 വരും, സെസ് 4. പിന്നെ നമ്മുടെ 115BAA എന്നുള്ള അവിടെ വരുമ്പോൾ 22 ആണ്. 22ന്റെ പുറത്ത് സർചാർജ് വരാം, സെസ് വരാം, എഫക്റ്റീവ് റേറ്റ്. പിന്നെ ടേൺ ഓവർ ഓഫ് എ കമ്പനി, ഇത് രണ്ടുമല്ല. ഇപ്പൊ BAB ഓപ്റ്റ് ചെയ്തിട്ടില്ല, BAA ഓപ്റ്റ് ചെയ്തിട്ടില്ല, BAയിൽ നിന്ന് BAAയിലോട്ട് സ്വിച്ചും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ എക്സിസ്റ്റിംഗ് നോർമൽ കമ്പനിയാണ്, നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദ IT ആക്ട് ആണ്. പക്ഷേ നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദ IT ആക്ടിൽ നമുക്കറിയാം, ഇഫ് ദ ടേൺ ഓവർ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2017-18 പ്രീവിയസ് 17-18 ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 400 crore ആണെങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് 25% ആയിട്ട് മാറിക്കഴിഞ്ഞു. അത് ഫൈനാൻസ് ആക്ടിലെ ഒരു ജനറൽ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ് കൊണ്ടുവന്നതാണ് ഫോർ ഓൾ എക്സിസ്റ്റിംഗ് കമ്പനീസ്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ എന്താണ്, ഇതിൽ അല്ലെങ്കിൽ 400 crore ക്രോസ് ചെയ്താൽ മാത്രം 30ലേക്ക് പോവാം. അപ്പോൾ 30% എന്നൊരു ടാക്സ് ഉണ്ട്, 25% എന്നൊരു ടാക്സ് ഉണ്ട്. പിന്നെ അതെല്ലാം 115BAA വന്നാൽ 22 ആവും. ഇനി 115BAB ആണെങ്കിൽ 15 വരാം, അവിടെ 22 വരാം. എക്സസീവ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് അവിടെ 30 വരാം. കാരണം നമുക്കറിയാം നോൺ ഡിപ്രീഷ്യബിൾ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന്റെ റേറ്റ് 22 ആണ്, ഡിപ്രീഷ്യബിൾ ആണെങ്കിൽ 15 ആണ്. ഏവോ കണ്ടുപിടിക്കുന്ന എക്സസീവ് പ്രോഫിറ്റ് ആണെങ്കിൽ 115BAB സെക്ഷനകത്ത് അതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അതല്ലാത്ത നോർമൽ ഇൻകത്തിനാണ് അവർക്ക് 30 വരുന്നത്, അവരുടെ മാനുഫാക്ചറിങ് ബിസിനസ് റിലേറ്റഡ് ഇൻകത്തിന്. പിന്നെ 115BABയുടെ മറ്റൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു പ്രൊവിഷൻ നമ്മൾ നോക്കിയത്, 115BABയിൽ നമ്മൾ നോക്കിയത് ഈ പിന്നെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, അവിടെ ആ ബിസിനസ്സിൽ നിന്ന് അല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻകത്തിൽ നിന്ന് ഒരുവിധ എക്സ്പെൻസും തരില്ലെന്നാണ്. നോ ഡിഡക്ഷൻ വിത്തൗട്ട് എനി ഡിഡക്ഷൻ അലവൻസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അവർക്ക് ഉണ്ടെങ്കിൽ സാധാരണയിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും നമ്മുടെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് കുറയ്ക്കും. അതർ സോഴ്സിൽ ഇൻകം ആണെങ്കിൽ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കും. പക്ഷെ അതൊന്നും അവർക്ക് പറ്റത്തില്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആ ഡിഡക്ഷൻ ഒന്നും കിട്ടത്തില്ല. മാത്രമല്ല അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 22 ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 സെക്ഷനിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ കമ്പനി അസസ്മെന്റിൽ CA ഫൈനലിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ CS കമ്പനി സെക്രട്ടറിയുടെ പ്രൊഫഷണൽ ലെവലായാലും കമ്പനിയുടെ അസസ്മെന്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന്റെ 115BABയും BAAയും BAയും ഒക്കെ അപ്ലൈ ചെയ്യുന്ന 1-2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 115 കമ്പനി അസസ്മെന്റിലെ പ്രധാനപ്പെട്ട ഏരിയ വരുമ്പോൾ റേറ്റ് മാറ്റി നിർത്തിയാൽ അല്ലാതെയുള്ള കമ്പനിയുടെ അസസ്മെന്റിന്റെ ആംഗിളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓഫ് കമ്പനി അല്ലെങ്കിൽ DDT. രണ്ടാമത്തത് ആ കമ്പനി സ്വന്തം കമ്പനിയുടെ ഷെയർസ് ബൈബാക്ക് നടത്തുമ്പോൾ കൊടുക്കേണ്ട ബൈബാക്ക് ടാക്സ്. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ അതും വരും ബൈബാക്ക് ടാക്സ്. ലിസ്റ്റഡ് ആയാലും അൺലിസ്റ്റഡ് അവിടെ എല്ലാം ഡൊമസ്റ്റിക് കമ്പനിയാണ്, ബൈബാക്ക് ടാക്സ്. ഇനി മൂന്നാമത്തത് ഈ BAB എന്നുള്ള സെക്ഷനിലോ BAAയിലോ അല്ലെങ്കിൽ BAയിൽ നിന്ന് BAAയിലേക്കോട്ട് സ്വിച്ച് ചെയ്ത കമ്പനികളോ അല്ലാത്ത ബാക്കി കമ്പനികളെ സംബന്ധിച്ച് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആണ്. ഈ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിനകത്ത് തന്നെ നമ്മൾ 2 ആംഗിൾ പറഞ്ഞായിരുന്നു. ഒന്ന് ഇന്ത്യസ് കംപ്ലൈ ചെയ്യുന്ന കമ്പനി, മറ്റൊന്ന് ഇന്ത്യസ് കംപ്ലൈ ചെയ്യാത്ത കമ്പനി. ഇന്ത്യസ് കംപ്ലൈ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചും ഇന്ത്യസ് കംപ്ലൈ ചെയ്യാത്ത കമ്പനിയെ സംബന്ധിച്ചും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാറ്റ് കമ്പ്യൂട്ടേഷൻ റിമെയിൻസ് സെയിം ആണ്. അത് കഴിഞ്ഞ് ഇന്ത്യസ് ഫോളോ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രം അഡീഷണൽ ഇന്ത്യസ് അഡ്ജസ്റ്റ്മെന്റ്സ്, എസ്പെഷ്യലി അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ വരുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് ദാറ്റ് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു P&L, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പഠിച്ചു. അതൊരു വളരെ പ്രധാനപ്പെട്ട അസസ്മെന്റ് ഓഫ് കമ്പനിയുടെ ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞാൽ അസസ്മെന്റ് ഓഫ് കമ്പനിയിൽ വരുന്ന സുപ്രധാനപ്പെട്ട ഏരിയ ഇത് തന്നെയാണ്. അതായത് ന്യൂ കൺസെഷണൽ സെക്ഷൻസ് ആണ്. 15 എന്നുള്ള റേറ്റും അല്ലെങ്കിൽ 22 ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 115BAB എന്നുള്ള സെക്ഷൻ, 115BAA എന്നുള്ള സെക്ഷൻ. ആക്ച്വലി ഈ 2 സെക്ഷനിൽ ഒരു കാര്യം വളരെ സ്ട്രിക്റ്റ്, വളരെ ക്ലിയർ ആണ്. ഈ എന്തൊക്കെ ഡിഡക്ഷൻസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 2 സെക്ഷനിലും ഒരുപോലെയാണ്. BAA ആയാലും BABയിലായാലും ഒരുപോലെയാണ്. അതുപോലെ 2 സെക്ഷനിൽ ഒരുപോലെ പറയുന്ന ഒരു സർചാർജ് ആണ് 10. 2 സെക്ഷനിൽ ഒരുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ് മാറ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഓവറാൾ ഓരോ പോയിന്റും വെച്ച് നമുക്കൊരു ബ്രീഫ് അനാലിസിസ് വേണമെങ്കിൽ ചെയ്യുന്നതിന് തെറ്റില്ല. BABയും BAAയും BA സെക്ഷനും വെച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഒരു കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം, BAB എന്ന് പറയുന്ന സെക്ഷൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ഓപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇല്ല. ആ കമ്പനി സെറ്റപ്പ് ആൻഡ് രജിസ്റ്റർ ചെയ്യുന്ന ഫസ്റ്റ് ഇയറിന്റെ റിട്ടേൺ ഫയൽ ഡ്യൂ ഡേറ്റ് 139 സബ്സെക്ഷൻ 1 ആ സെപ്റ്റംബർ 30 ആണോ നവംബർ 30 ആണോ ഏതാണോ ആ കമ്പനിയുടെ ഡേറ്റ്, ആ ഡേറ്റിന് മുൻപ് തന്നെ അവരത് ഓപ്റ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞു പോയാൽ പിന്നെ അവർക്ക് ആകെയുള്ള ഏക ആശ്രയം 115BAA ആണ്. ഒരിക്കലും BABയിൽ കയറാൻ പറ്റില്ല. BABയിൽ കയറണമെങ്കിൽ ഫസ്റ്റ് ഇയർ കയറിക്കൊള്ളണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റം ഇല്ല, ആ സെക്ഷനകത്തേക്ക് ഒരു ഓപ്റ്റിംഗ് ഇല്ല. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അറ്റ് ദ സെയിം ടൈം BAA
എപ്പോൾ വേണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരുപാട് ടാക്സ് പ്ലാനിങ് പോസിബിൾ ആണ്. കാരണം ഒത്തിരി ബ്രോഡ് ഫോർവേഡ് ലോസും ഈ പറഞ്ഞ ഇൻസെന്റീവ് സെക്ഷൻസ് കാരണമുള്ള ബ്രോഡ് ഫോർവേഡ് ലോസും അഡീഷണൽ ഡിപ്രീസിയേഷൻ കൊണ്ടുള്ള ബ്രോഡ് ഫോർവേഡ് റൺ-ഓഫ് ഡിപ്രീസിയേഷൻ ഒക്കെ ഹ്യൂജ് എമൗണ്ടും മാറ്റ് എടുത്ത് ഒത്തിരി ഉള്ള ഒരു കമ്പനി 115BW ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കണം. അവർ വെറുതെ ചാടിക്കയറി 115BW ഓപ്റ്റ് ചെയ്യരുത്. കാരണം 115BW എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം. അത് എക്സിസ്റ്റിംഗ് കമ്പനികൾക്ക് വേണ്ടിയുള്ള സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണം ഓപ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി ബ്രോഡ് ഫോർവേഡ് ലോസുകളും ഈ പറഞ്ഞ ഇൻസെന്റീവ് കൊണ്ടുള്ള ബ്രോഡ് ഫോർവേഡ് ലോസുകളും അതുപോലെ തന്നെ നമ്മുടെ മാറ്റ് ക്രെഡിറ്റും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്ത് തീർത്ത് അതിന് ശേഷം മാത്രം BWയിലേക്ക് ജമ്പ് ചെയ്യുക. അതാണ് ബെറ്റർ ഓപ്ഷൻ. അതാണ് ടാക്സ് പ്ലാനിങ്ങിന്റെ ആംഗിളിൽ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാനൊന്നും പറ്റത്തില്ല, ചെയ്ത് നോക്കേണ്ടി വരും ഓരോ കമ്പനിക്ക് ഏതാണ് ബെറ്റർ, ഇൻസെന്റീവ് ഒത്തിരി ക്ലെയിം ചെയ്യുന്നത്. മാത്രമല്ല ടാക്സ് റേറ്റ് നോക്കണമല്ലോ, 22 ആണല്ലോ. അല്ലെങ്കിൽ അതർവൈസ് തന്നെ ഇൻസെന്റീവ് എടുത്താൽ പോലും ടേൺ ഓവർ 17-18 ഡസ് നോട്ട് എക്സീഡ് 400 crore ആണെങ്കിൽ ടാക്സ് റേറ്റ് 25 ആവും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ നോക്കാൻ. അതല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അപ്പോൾ ഫൈൻഡ് ഔട്ട് ടാക്സ് അണ്ടർ BAB എന്നോ അല്ലെങ്കിൽ BW എന്നോ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ സെക്ഷൻ മാത്രം കണ്ടന്റ് അറിഞ്ഞാൽ മതി, അത് അപ്ലൈ ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.